ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം വായിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്ന് പറഞ്ഞു. ഏറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണം നടക്കുന്നു. അതിനുശേഷം ദൂതം വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരെ അടുക്കൽ നിന്നുകൊണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ കർത്താവിൻ്റെ വചനത്തിന് ആ വാക്കുകളെ അനുസരിച്ച് കൊണ്ട് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമിനപ്പെട്ട് കൂടിയിരുന്നു. അത് നമ്മൾ 12 മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും യാക്കോബും അങ്ങനെ ശിഷ്യരും, ആ കൂട്ടത്തിൽ യേശുവിൻ്റെ അമ്മ മറിയവും സഹോദരന്മാരും എല്ലാവരും കൂടെ കൂടിയിരുന്നു. ആ കൂട്ടം അപ്പോസ്തലപ്രവൃത്തി 2-ൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമ്പരപ്പെട്ട് കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവിടെ മേൽ വരുന്നു. കൊടിയ മുഴക്കത്തോടെ പിളർക്കപ്പെട്ട നാവുകൾ അവിടെ മേൽ പതിയുന്നു. അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ സംസാരിക്കുകയും ജനങ്ങൾ ഓടിക്കൂടുകയും ചെയ്യുന്നു. അപ്പോൾ പത്രോസ് 14 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് ഇന്ന് അവരോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഞങ്ങൾ ലഹരി പിടിച്ചിട്ടില്ല. കാരണം ഇത് 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. അത് യഹൂദൻ്റെ കലണ്ടറിലാണ്, രാവിലെയാണ് തുടങ്ങുക. അപ്പം പ്രഭാതമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മദ്യപിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ തിരുത്തി 17-ാം അധ്യായത്തിൽ യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് വാക്യങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗം തുടങ്ങി. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നുള്ള തിരുവചന ഭാഗങ്ങൾ അവരോട് പറഞ്ഞു. അങ്ങനെ ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ അത് കേട്ടിട്ട് 37 മുതലുള്ള വാക്യങ്ങൾ അത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊണ്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പം ദൈവവചന കേൾവിയിൽ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം എന്നുള്ളതാണ്. പൊതുവേ ഇന്ന് ദൈവവചന കേൾവി മോട്ടിവേഷൻ സ്പീക്കിംഗ് ആയിട്ടൊക്കെ മാറാറുണ്ട്. ആശ്വാസം ഉണ്ടാകണം. പക്ഷേ ദൈവവചന കേൾവിയുടെ അൾട്ടിമേറ്റായിട്ടുള്ള എയിം എന്ന് പറയുന്നത് മാറ്റങ്ങളാണ്. മാറ്റങ്ങളുണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം. അങ്ങനെയാണ് വെൻ ദ ഹേർഡ് ദിസ് ദേ വെർ കട്ട് ടു ദ ഹാർട്ട്. അവിടെ ഹൃദയത്തിന് മുറിവേറ്റു. കുത്തുകൊണ്ടപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ പറയും, പാസ്റ്റർ എന്നെ തന്നെ കുത്തി എന്ത് ചെയ്തത്? പ്രസംഗിച്ചെന്ന് പറയും, അല്ലേ? സത്യമായിട്ട് നിങ്ങളെ തന്നെ കുത്തിയാ പ്രസംഗിച്ചതാണ് മറുപടി പറയേണ്ടത്. അപ്പം പാസ്റ്റർ പറയും, മനസാ വാച കർമ്മണ. ഞങ്ങളുടെ ഒരു ദേവദാസൻ്റെ സ്ഥിരം ശൈലിയാണ്, അല്ലേ? എന്തോ പറഞ്ഞാലും പറയും, മനസാ വാച കർമ്മണ. അറിഞ്ഞോ അറിയാതെയോ ഈ വിഷയത്തിൽ. അപ്പോൾ തന്നെ പുള്ളി അങ്ങ് വിറയ്ക്കും. ഞാനിതൊന്നും മനസ്സുകൊണ്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല പറയുക. അത് കുത്തു കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ഏത് സഭയിലോട്ടാണ് മാറിപ്പോകണമെന്നല്ല ആലോചിച്ചത്. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ദൈവവചനം കേൾക്കുമ്പോൾ എന്തുണ്ടാകണം? കുത്തുകൊള്ളണം. കുത്തു കണ്ടാൽ ചോദിക്കണം, എന്താണ് ചെയ്യണം ചോദിച്ചപ്പോൾ 38 മുതലുള്ള വാക്യങ്ങളാണ് ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങൾ പറയുകയാണ്. അത് കേട്ടപ്പോൾ അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നിട്ട് അവരെ പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ്. അതിൻ്റെ 40-ാമത്തെ വാക്യം, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതിനുശേഷം 42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അടിസ്ഥാനപരമായ വേദ ഉപദേശങ്ങൾ നമ്മളവിടെ കാണുകയാണ്. സഭയുടെ അടിസ്ഥാന വേദ ഉപദേശങ്ങൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്, വീണ്ടും ജന്മം പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം. അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 1, എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. 2, സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4,
വേർപാടാചരിക്കണം. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. 5 നാം കാണുന്നു, കൂട്ടായ്മ ആചരിക്കണം. 6 അപ്പം നുറുക്കണം. 7 പ്രാർത്ഥന കഴിക്കണം. ഈ അടിസ്ഥാന വേദോപദേശങ്ങൾ അവിടെ കാണുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവസഭയുടെ അടിസ്ഥാന വേദോപദേശങ്ങളെ വളരെ ചുരുക്കമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1 രക്ഷിക്കപ്പെടണം. അടിസ്ഥാന വേദോപദേശങ്ങൾ 7 ഏതാണ്? 7. 1 എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. 2 സ്നാനപ്പെടണം. 3 പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. 4 വേർപാടാചരിക്കണം. 5 കൂട്ടായ്മ ആചരിക്കണം. 6 അപ്പം നുറുക്കണം. 7 പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. 1 രക്ഷിക്കപ്പെടണം. 2 സ്നാനപ്പെടണം. 3 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4 വേർപാടാചരിക്കണം. 5 കൂട്ടായ്മ ആചരിക്കണം. 6 അപ്പം നുറുക്കണം. 7 പ്രാർത്ഥന കഴിക്കണം. 7 അടിസ്ഥാന വേദോപദേശങ്ങളെ നാം ഇവിടെ കാണുകയാണ്. ആ വേദോപദേശങ്ങൾ നാം ഓരോന്നായിട്ട് ചിന്തിക്കാം. വാട്ട് ഷാൽ വി ഡു? ദേ വർ കട്ട് ടു ദ ഹാർട്ട് ആൻഡ് ദേ ആസ്ക്ഡ് വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, വീണ്ടും ജന്മം പ്രാപിക്കണം. ഏതാണ്ട് ഒരേ സമാനാർത്ഥത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന വാക്കുകൾ. മാനസാന്തരപ്പെടണം. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി മാനസാന്തരപ്പെടേണ്ടത്? നമുക്കറിയാം, എല്ലാ മനുഷ്യരും ഇവിടെ ജനിച്ചത് ആദാമിൻ്റെ മക്കളായിട്ടാണ് മനുഷ്യൻ ജനിക്കുക. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിക്കുക. അവന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള ശക്തിയുണ്ട്. മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള ശക്തിയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനം. അപ്പം ഒരുതരം കൊച്ചു കുട്ടി ദൈവങ്ങൾ പോലെ തേജസ്സും ബഹുമാനമൊക്കെ അണിയിപ്പിച്ച് ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു കഴിവാണ് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഇപ്പം ബാബു പാസ്റ്റർ ആമുഖം പറഞ്ഞപ്പോൾ ഇന്നത്തെ മനുഷ്യൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞു. സത്യത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവാംശമാണ്, ദൈവത്തിൻ്റെ സ്വരൂപമാണ്. ദൈവസ്വരൂപം പേറുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അവൻ്റെ മൂക്കിൽ ദൈവം എന്തുകൂതി? ജീവശ്വാസം ഊതി. ജീവശ്വാസം ഊതി എന്നുള്ളത് ഞാൻ ഇച്ചിരൂടെ കൂട്ടി പറയും. ശ്വാസം പതിച്ചു. നമ്മുടെ ശ്വാസം ഒരാളുടെ ദേഹത്ത് പതിക്കണമെങ്കിൽ ചുംബനം കൊടുക്കണ്ടേ? അപ്പോൾ മണ്ണുകൊണ്ട് മെടഞ്ഞ മനുഷ്യനെ ദൈവം ചുംബിച്ചു. ദൈവം ചുംബിച്ചപ്പോൾ അവൻ്റെ ചുടുശ്വാസം അവൻ്റെ മേൽ പതിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ചുംബനം കിട്ടിയവൻ ആരോ? അവനാണ് ആര്? മനുഷ്യൻ. ആ ചുംബനം അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി. ആ മനുഷ്യൻ തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവനാണ്. തിരഞ്ഞെടുപ്പിനുള്ള ശക്തി അവനുണ്ട്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താ? മനുഷ്യനെക്കുറിച്ച് സാധാരണ പറയാറുണ്ട്, 2 കാലിൽ നടക്കുന്ന മൃഗമാണ്. ഈ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, കുറേ വ്യത്യാസങ്ങളുണ്ട്. ഏറ്റവും വലിയ വ്യത്യാസം, മൃഗം ചിരിക്കാറില്ല. ഉണ്ടോ? ഇല്ല. മനുഷ്യൻ എന്തിനുള്ള കഴിവുണ്ട്? ചിരിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യന് ചിരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ദയവായിട്ട് ചിരിക്കണം. ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമുണ്ട്, ഞാൻ ഈ തെച്ചുമടക്കിയൊക്കെ നിൽക്കുന്നതിലും വലിയ ധൈര്യമുള്ള ആളല്ല. ധൈര്യമുണ്ട്, പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ്. അതെൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിയാൽ എനിക്ക് ഭയങ്കര പെട്ടെന്ന് അപ്സെറ്റാകും. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് ഡാർവിൻ ചായനോട് പിണക്കോ ഷേർലി ആൻ്റിയോട് പിണക്കോ ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേര് എന്നെ നോക്കി ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ നോക്കി ചിരിക്കണം. ചിരിച്ചിരി എനിക്കങ്ങ് സങ്കടം വരും. കാരണം എൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെന്നുള്ള ചിന്ത വരും. അതെന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, എൻ്റെ മുമ്പിൽ വീർത്തി കെട്ടി ഇരിക്കരുത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങരുത്. ഞാൻ ഇന്നലെ 3 മണിക്ക് വന്ന് കിടന്നതാണ്. എന്നിട്ട് 7 മണിയായപ്പോൾ എഴുന്നേറ്റ് ഓടിപ്പോയതാണ്. എന്നിട്ടും എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങുക. എന്നെ കളിയാക്കുകയല്ലേ? അധാർമികതയല്ലേ കാണിക്കുന്നത്? ഞാൻ 3 മണിക്കാണ്, സന്തോഷം മഞ്ജുവൊക്കെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ 3 മണിയായി. അപ്പോൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങരുത്. അതെന്നോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണ്. കാരണം നിങ്ങൾ ഇരുന്നുറങ്ങിയാൽ ഞാൻ നിന്നുറങ്ങും. അതുകൊണ്ട് 2 കാര്യങ്ങൾ. 1, ചിരിക്കാതിരിക്കരുത്.
മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ? ചത്തു കഴിഞ്ഞാൽ ചിരിക്കാൻ ഒക്കുമോ? ഇല്ല. നിങ്ങളൊരു ശവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ശവം ചിരിച്ചാൽ എന്തോ ചെയ്യും? ശവത്തിൻ്റെ അടുത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ ശവം ചിരിച്ചാൽ എന്തോ ചെയ്യും? കെട്ടിയവരാണെങ്കിലും നമ്മൾ പറയും, എൻ്റെ അച്ഛൻ എന്നെ നോക്കച്ച, നോക്കി എന്തോ ചെയ്യും? പുള്ളിയൊക്കെ നോക്കി എന്തോ ചെയ്യും നിങ്ങൾ? ഞാൻ സാറിന് പറയുന്നൊരു കാര്യമുണ്ട്, നടന്ന സംഭവം കേട്ടോ. ഇതിന് ഹൗളിംഗ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. ഉണ്ടോ ടീമിനെ? എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. എന്നാൽ ബാസ് കുറയ്ക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇച്ചിരി ഒരു ഭയങ്കര മുഴക്കം തിരിച്ചു വരുന്നുണ്ട്. ചിലപ്പം എനിക്കതിനെപ്പറ്റി കാര്യമായിട്ട് അറിയില്ല. എന്നാൽ ഈ സൗണ്ടിനെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും ഒന്നും അറിയത്തില്ല. പിന്നെ ഇതെല്ലാം ഷോയാണ്, ചുമ്മാതാണ് പാസ്റ്റർമാർ പറയുന്നത്. ബാസ് കൂട്ട്, ബേസ് ലീഡ് എന്നൊക്കെ പറയുന്നത് ഇവർക്ക് അറിയാത്തത്. ഞാൻ ഈ മരിച്ചുപോയ ബിജു കർഗയിലുണ്ട്, പുള്ളി എന്നോട് പറയും പാട്ട് പാടുമ്പം ഞങ്ങളെ നോക്കിയിട്ട് ഡി മേജർ എഫ് മൈനർ എന്നൊക്കെ പറഞ്ഞേക്കണമെന്ന്. ഇതൊന്നും അറിയാമെന്ന് പറയുന്നതല്ല, ചുമ്മാ പറയുന്ന. അപ്പോൾ പുള്ളി കയറുന്നതിന് മുമ്പ് എന്നെ പഠിപ്പിക്കും ഇങ്ങനെ മേജർ മൈനർ എന്നൊക്കെ പറഞ്ഞ്. അപ്പം കേൾക്കുന്നവർക്ക് തോന്നും പാസ്റ്റർക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തോ ഉണ്ട്, നല്ല അറിവുണ്ട്. എനിക്കിതിനെപ്പറ്റി കാര്യമായി അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ അജ്ഞത വെളിപ്പെടുത്തുകയാണ്. അപ്പം ഈ ഞങ്ങളുടെ അവിടെ ഒരു ശവക്കോട്ടയിൽ എൻ്റെ കൂടെ എനിക്കറിയാവുന്നൊരു സഹോദരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളിക്കാരൻ അങ്ങ് പിന്മാറിപ്പോയി. അവസാനം ഈ ശവക്കോട്ടയിൽ പോയി കിടപ്പായി. അപ്പോൾ അവിടെ കഞ്ചാവൊക്കെ അടിച്ച് പോയി കിടക്കും. ഒരു ദിവസം വെളുപ്പിനെ ഒരാൾ അതുവഴി പോയപ്പം നേരം വെളുത്തില്ല. അപ്പോൾ അയാൾ നോക്കിയപ്പം കല്ലറയുടെ പുറത്ത് ആരാണ്ട് ആരാ? ഈ പുള്ളി പറഞ്ഞു, അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിരുന്നാന്ന് പറഞ്ഞു. അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട്. അപ്പോൾ ഈ പോയ ആൾ ഫ്ലാറ്റായിപ്പോയി. ആ ഫ്ലാറ്റായ ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ ശവം ചോദിക്കും, അകത്ത് ഭയങ്കര ഇതുപോലൊരു സംഭവം ഉണ്ടായി. ഈ ഞങ്ങളുടെ സ്ഥലത്തൊരു ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സെമിത്തേരി സ്ഥലമുണ്ട്, അവിടെ മുഴുവൻ സെമിത്തേരിയാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയമായി, ശ്മശാന മൂകതയല്ലേ. അപ്പോൾ അവിടെ നാട്ടിലൊരു പറച്ചിലായി. അതുവഴി പോകുന്നവരെയൊക്കെ ശവക്കോട്ടയിൽ നിന്ന് ആരാണ്ട് വിളിക്കുന്നു. ഇത് പറച്ചിലായി, പേടിയായി. ശവക്കോട്ടയിൽ നിന്ന് വിളി വരുന്നു. കോവിഡല്ലേ, നിശബ്ദതയല്ലേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസാനുണ്ട്. ജെയിംസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഉപവസിച്ച് രക്തം ജയം പറഞ്ഞ് ശവക്കോട്ടയിൽ കയറിപ്പോയി ബന്ധിക്കാൻ. പുള്ളി ഭയങ്കര പുരിയാണ്, കയറി ബന്ധിക്കാൻ കയറിപ്പോവും. പുള്ളി ബന്ധിക്കാൻ കയറി ചെന്നപ്പോൾ എന്തുവാ, റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം പോവുക. കുറച്ച് ദിവസമായിട്ട് റോഡ് പൈപ്പ് കൂടെ. അപ്പം അതുവഴി പോയവരെല്ലാം ഓർത്തത് എന്തോ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള കഴിവാണ് ഒന്ന്, ചിരിക്കാനുള്ള കഴിവുണ്ട്. ഈ രണ്ടാമത് മനുഷ്യർക്കുള്ളൊരു കഴിവ്, ഈ മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ വരുന്ന ഏറ്റവും വലിയ വ്യത്യാസം, മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ്, മനുഷ്യനെ നിയന്ത്രിക്കുന്നതോ വികാരം മാത്രമല്ല, എന്തുകൊണ്ടാണ്, വിവേകമാണ്. ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, മൃഗങ്ങൾക്ക് വികാരങ്ങളുണ്ട്, അതേ വികാരങ്ങൾ മനുഷ്യനുമുണ്ട്, അല്ലേ? മൃഗങ്ങൾക്ക് ദേഷ്യമുണ്ട്, ഭയമുണ്ട്. മനുഷ്യനും എന്തുകൊണ്ട്, ഭയമുണ്ട്. പട്ടി നമ്മളെ കടിക്കുന്നത് പേടിച്ചിട്ടാണോ ധൈര്യം കൊണ്ടാണോ? പട്ടി നമ്മളെ കടിക്കുന്നത് പേടിച്ചിട്ടാണോ ധൈര്യം കൊണ്ടാണോ? പേടിച്ചിട്ടാണ്. മനുഷ്യൻ ഓടുന്നത് എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണ്. അപ്പം പട്ടിക്കും പേടി, മനുഷ്യനും പേടി. രണ്ടു പേർക്കും എന്തുകൊണ്ട്, പേടിയുണ്ട്, അല്ലേ? രണ്ടു പേർക്കും ഭയമുണ്ട്. അപ്പോൾ രണ്ടു പേർക്കും ഭയമുണ്ട്, അല്ലേ? മനുഷ്യർക്കുള്ളതെല്ലാം മൃഗങ്ങൾക്കുണ്ട്. മൃഗത്തിന് വിശപ്പുണ്ട്. ഈ തെരുവ് പട്ടികൾ പലപ്പോഴും കടിക്കുന്നത് വിശന്നിട്ടാണെന്നാണ് പറയുക. അതുകൊണ്ടാണ് ചിലർ പുണ്യം ചെയ്യാറുണ്ട്, പട്ടിക്കൊക്കെ തെരുവ് പട്ടി നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവരധികം അക്രമാസക്തരാകാതിരിക്കുന്നത് ഭക്ഷണം കിട്ടാൻ. അതുകൊണ്ട് അക്രമാസക്തരാകും മൃഗങ്ങൾ. അപ്പോൾ വിശന്നാൽ, അപ്പോൾ അവർക്കും വിശപ്പുണ്ട്, നമുക്കും വിശപ്പുണ്ട്. എന്നാൽ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, മൃഗങ്ങളെ നിയന്ത്രിക്കുന്ന വികാരങ്ങളും മനുഷ്യനെ നിയന്ത്രിക്കുന്ന എന്താണ്, വിവേകവുമാണ്. ഈ വിവേകം എന്ന് പോയോ അന്നവൻ ആരാകും, മൃഗമാകും. അമ്മയെ മോൻ കൊന്നു, അപ്പം മോളെ പീഡിപ്പിച്ചു. ഇതെല്ലാം ഇപ്പോഴത്തെ വലിയ വാർത്തയാണ്. മാധ്യമങ്ങളിൽ സത്യത്തിൽ ഈ വാർത്തകൾ വരാൻ പാടില്ല. അത്യാവശ്യം ഇതൊന്നും അല്ല രാവിലെ പത്രത്തിൽ വരേണ്ടത്, ഫ്രണ്ട് പേജിലെ വാർത്തയാണ് ഇതൊക്കെ. എന്തുകൊണ്ടാണ് മനുഷ്യൻ ആരായി മാറി? അതുകൊണ്ടാണ് വചനം പറയുന്നത്, മൃഗപ്രായനായ മനുഷ്യൻ, അല്ലേ? മനുഷ്യൻ വിവേകഹീനായി പോകുന്നു, മൃഗപ്രായനായി പോകുന്നു. അപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, തിരഞ്ഞെടുക്കാനുള്ള വിവേകമുണ്ട്. ആ
ആ വിവേകത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നന്മയും തിന്മയും അവൻ്റെ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ പിശാച് അവനെ വഞ്ചിച്ചു. എങ്ങനെ വഞ്ചിച്ചത്? പിശാച് അവനെ എന്ത് ചെയ്തു? വഞ്ചിച്ചു. വഞ്ചിക്കാൻ കാര്യം, ലോകത്ത് ഇന്ന് നിങ്ങൾക്കറിയാം ഈ അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളൊക്കെ ഉണ്ട്. അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളിലൊക്കെ ഭയങ്കരമായിട്ട് അത് എന്താണ് ഈ ഒറ്റ വാചകത്തിലൊക്കെയാണ് അട്രാക്ഷൻ പിടിച്ചെടുക്കുക, അറ്റൻഷൻ പിടിച്ചെടുക്കുക. അതാണ് അഡ്വർടൈസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത്. ഭയങ്കര അഡ്വർടൈസ്മെൻറ്റിലാണ് നമ്മൾ വീഴുന്നത്. നേരോടെ നിർഭയം, നിരന്തരം ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ ടി വി ചാനലിൻ്റെ ഇത് നേരോടെ നിർഭയം നിരന്തരം. കഴിഞ്ഞ ഒരു വാചകമായിരുന്നു 2ാം തവണയും പിണറായി സർക്കാരിനെ കൊണ്ടുവന്നത്. LDF വരും, എല്ലാം ശരിയാകും. വീണ്ടും വികസനത്തിന് ഒരു വോട്ട്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും ഒറ്റ വാക്കിലാണ്. ഒറ്റ വാക്ക് നമ്മളെ പിടിച്ചെടുക്കുന്ന ഒരു അറ്റൻഷനായിട്ടൊക്കെ മാറും. അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പോൾ കല്യാണം, എന്ത് രസമുള്ളത്. അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പോൾ കല്യാണം. അപ്പം അതൊരു മാട്രിമോണിയൽ സൈറ്റിൻ്റെ പരസ്യമാണ്. ലോകത്ത് ആദ്യം അഡ്വർടൈസ്മെൻറ്റ് നടത്തിയ ആരാന്നറിയാമോ? പിശാചാണ്. കഴിക്കൂ, കണ്ണു തുറക്കൂ, ആരെ പോലാകൂ? ദൈവത്തെ പോലാകൂ. ഇങ്ങനെ ഹവ്വ ഇങ്ങനെ നടന്നു പോയപ്പം പെട്ടെന്ന് LED ബോളിക്കൂടെ വരുന്നു. കഴിക്കൂ ടണ്ടടീൻ. അതിൻ്റെ പുറകിൽ സാംസങ്ങിൻ്റെ കീബോർഡ് എന്ത് ചെയ്യും? സാംസോൺ കീബോർഡ് അടിച്ചു, ടേൺ. അപ്പോൾ തന്നെ വന്നു. കഴിക്കൂ, കണ്ണ് തുറക്കൂ, ആരെ പോലാകൂ? ദൈവത്തെ പോലാകൂ. വീണു. ആര്? വീണു. അഡ്വർടൈസ്മെൻ്റ്, ആദ്യത്തെ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി നടത്തിയ ആരാ? സാത്താന. എന്തായിരുന്നു അഡ്വർടൈസ്മെൻറ്റ്? കഴിക്കൂ, കണ്ണ് തുറക്കൂ, ആരെ പോലാകൂ? ദൈവത്തെ പോലാകൂ. നേരെ തെന്നി അടിച്ച് വീണു. കണ്ടു, മോഹിച്ചു, കഴിച്ചു, കൊടുത്തു. മനുഷ്യനെന്തോ പറ്റി? പാപികളായി തീർന്നു. ഏകലംഘനത്താൽ പാപം. എന്താണ് പാപം? ധിക്കാരപൂർവമായ ദൈവനിഷേധം, ദൈവത്തിൻ്റെ വാക്കിനെ വില കൽപ്പിക്കാതെ പോയ അനുസരണക്കേട്. ആ അനുസരണക്കേടിലൂടെ പാപം കടന്നു വന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അങ്ങനെ മനുഷ്യൻ പാപികളായി മാറി. പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണമാണ്. ഈ മനുഷ്യനെ പാപം മനുഷ്യനെ അടിസ്ഥാനപരമായി അവൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ മനുഷ്യരും ജനിച്ചത് ആദാമിലൂടെയാണ്. ആദം ആബേലിനെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പാണ് പാപം ചെയ്തത്. അതുകൊണ്ട് ഈ മക്കളിലേക്ക് എന്ത് സ്വഭാവം വന്നു? പാപ സ്വഭാവം വന്നു. ഇന്ന് എല്ലാ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പ്രശ്നം മനുഷ്യരെല്ലാം ആരാണ്? പാപികളാണെന്നുള്ള. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം നഷ്ടപ്പെട്ടു. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പാപമാണ്. പാപത്തെ ഒഴിവാക്കി ഒരു കാര്യം പ്രസംഗിക്കാനൊക്കത്തില്ല. കാരണം മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ്. നമ്മൾ പറയും ദാരിദ്ര്യമാണ് പാപം. സാമൂഹ്യ വിദഗ്ധരൊക്കെ പറയും ഇവിടുത്തെ സമൂഹത്തിൻ്റെ പ്രശ്നം ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമല്ല പ്രശ്നം. ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ടായാലും അവർക്ക് കഴിക്കാനുള്ളതും അവർക്ക് അനുഭവിക്കാനുള്ളതൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ദൈവം അങ്ങനെയാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. പക്ഷേ എന്താ പ്രശ്നം? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. കുറേ കുത്തക മുതലാളിമാർ എല്ലാം കൂട്ടി വെക്കുമ്പോൾ ഇവിടെ പാവങ്ങൾ പട്ടിണിയാകുന്നു. സത്യത്തിൽ മാളുകൾ ഇന്ന് വന്നു. മാളുകൾ ഇവിടെ വന്നു. ഇവിടെ മുഴുവൻ മാള് സംസ്കാരമാണ്. 100 ഗ്രാം വെളിച്ചെണ്ണ, 250 കാപ്പിപ്പൊടി, 1/2 കിലോ പഞ്ചസാര, 5 കിലോ അരി, 1/2 കിലോ പരിപ്പ്. ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയി മേടിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. എല്ലാവരും ഒരു ലക്ഷ്യമില്ലാതെ നേരെ മാളിലോട്ട് കയറുന്നു. ഒരു വണ്ടി ഉന്തിക്കൊണ്ട് നടക്കുന്നു. കൈ കിട്ടുന്ന എല്ലാം എടുത്ത് അതിനകത്ത് വെക്കുന്നു, വണ്ടിക്കകത്ത് വെക്കുന്നു. പകുതി എന്ത് വേണ്ടതല്ല. നേരം കളയാൻ ഏറ്റവും നല്ല സമയം എവിടെ പോവുക? മാളിൽ പോവുക. ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഞാനൊരു വണ്ടി എടുക്കും, എനിക്ക് വേണ്ടതെല്ലാം അതിനകത്ത് പറക്കിയിടും. കുറേ നേരം കഴിയുമ്പോൾ ആരും കാണാതെ വണ്ടി ഇട്ടിട്ട് ഇറങ്ങിപ്പോരും. കാരണം ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അല്ലെ എന്തെങ്കിലുമൊക്കെ കയ്യിലെടുത്ത് പിടിക്കും. എന്തോ എടുത്ത ഒരു സന്തോഷം. പോരുമ്പം ആരും കാണാതെ എവിടെയെങ്കിലും വെച്ചിട്ടെങ്കിൽ ഇറങ്ങിപ്പോരണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ എന്തോ പോവും, പൈസ പോവും. കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഉരയ്ക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഉരച്ചിട്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ ഓർക്കുക, മനുഷ്യൻ്റെ അകത്തേക്ക് പാപം കടന്നു വന്നു. പാപത്തിൻ്റെ ശമ്പളം
ഭരണഭാഗം. ഇങ്ങനെ മാളുകൾ വന്നുകൊണ്ട് എന്താ സംഭവിച്ചത്? ചെറുകിട കച്ചവടക്കാർ പൊട്ടിപ്പോകുന്നു, അവരെ ഇല്ലാതാകുന്നു. ഏറ്റവും കൂടുതലുള്ളത് ചെറുകിട കച്ചവടക്കാരാണ്. എന്താണ് 2 കിലോ കപ്പ, ഇച്ചിരി മത്തി, ഇച്ചിരി ഉണക്കമീൻ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കച്ചവടമില്ലാതെ വരുന്നു. ചെറുകിട കച്ചവടക്കാർ അവരുടെ കച്ചവടം പൊട്ടുമ്പോൾ അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാകും. ഓരോ കൊച്ചു കടക്കാരുമായിട്ട് ബന്ധപ്പെട്ട് 4-5 പേരൊരു കുടുംബത്തിലെ കുത്തക മുതലാളിമാർക്ക് വരുമ്പോൾ ചെറുകിട കച്ചവടക്കാർ പൊട്ടുന്നു. സമൂഹത്തിൽ എന്തുണ്ടാകുന്നു? ദാരിദ്ര്യം ഉണ്ടാകുന്നു. സത്യമല്ലേ? അതുകൊണ്ടാണ് വല്ലപ്പോഴുമെങ്കിലുമൊക്കെ കൊച്ചു കടയിലൊക്കെ കയറണേ. കാരണം വലിയ മാളിൽ പോയി ആരും ബാർഗെയിൻ ചെയ്യത്തില്ല. പക്ഷേ ഈ കൊച്ചു കടയിലോട്ട് കയറിയാൽ ഇത്രയുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ധൈര്യമുണ്ടോ മാളിൽ പോയി ചോദിക്കാൻ? കാരണം നിങ്ങൾ ആരെ കാണത്തില്ല, മുതലാളിയെ കാണത്തില്ല. അവിടെ നോ ബാർഗെയിനിങ്, കൊടുക്കുന്നത് പൈസ വേണമെങ്കിൽ എടുത്തോട്ട് പോയാൽ മതി. അപ്പോൾ ഓർത്തോണം എൻ്റെ പ്രിയമുള്ളവരെ, ദാരിദ്ര്യം ഉണ്ടാകാൻ കാര്യം എന്നാ? മനുഷ്യൻ്റെ സ്വാർത്ഥത. കുറച്ച് പേര് പൂഴ്ത്തി വെക്കുന്നു. പൂഴ്ത്തി വെക്കുമ്പോൾ എക്കണോമിക്സാണ്. ചേച്ചിയോട് ചോദിച്ചാൽ പറയും എന്തോ ഉണ്ടാകും? പൂഴ്ത്തി വെക്കുമ്പോൾ ക്ഷാമം ഉണ്ടാകും. ക്ഷാമം ഉണ്ടാകും. പൂഴ്ത്തി വെക്കുമ്പോൾ എന്തോ കൂടും? ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ എന്തോ കൂടും? ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി. എന്തോ ഉണ്ടാകും? ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. പ്രൈസ് കൂടുമ്പോൾ എന്തോ ഉണ്ടാകും? ദാരിദ്ര്യം ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുന്നത് കുറച്ച് പേർക്ക് അവരുടെ സ്വാർത്ഥത. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പിന്നിലെ പ്രധാന കാരണം പാപം. കുറച്ച് പേർക്ക് പൈസ ഉണ്ടാക്കാനുള്ള സ്വാർത്ഥത. എല്ലാ മനുഷ്യൻ്റെ പ്രശ്നങ്ങളുടെ പിന്നിലുമുള്ളത് എന്താണ്? പാപം, 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 പാപം. ഈ പാപം മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന നിയമങ്ങൾ കൊടുത്തു. നിയമം എന്താണ്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, നിങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്. കൽപ്പനകളും അതിൻ്റെ ഉപകൽപ്പനകളും കൊടുത്തു. എന്തിനാണ് ദൈവം നിയമം കൊടുത്തത്? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. പക്ഷേ ശിക്ഷയെ ഓർത്ത് എന്തനുസരിക്കണം? ശിക്ഷയെ ഓർത്ത് എന്തനുസരിക്കണം? നിയമം അനുസരിക്കണം. ഒക്കുന്നുണ്ടോ? ഇല്ല. ശിക്ഷ കിട്ടുമെന്നറിയാം. ഏത് തെറ്റിനും എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കിട്ടുമോ? തെറ്റ് ചെയ്താൽ ഉപ്പ് തിന്നവൻ എന്ത് കുടിക്കണം? വെള്ളം കുടിക്കണം. തെറ്റ് ചെയ്തവൻ എന്ത് ചെയ്യണം? ശിക്ഷ അറിയണം. പക്ഷേ നമുക്കൊരു പ്രശ്നം, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒക്കുന്നുണ്ടോ? ഇല്ല. ഒക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, സത്യസന്ധമായ കാര്യം. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് മനുഷ്യൻ്റെ, കേരള മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡയബറ്റിക്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാം ഡയബറ്റിക്. താണ്ട് ഡയബറ്റിക്, താണ്ട് ഡയബറ്റിക്, താണ്ട് ഡയബറ്റിക്, താണ്ട് ഡയബറ്റിക്. എനിക്കറിയാവുന്ന എത്രയോ പേര് ഇവിടെ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയുണ്ട്, ഷുഗർ എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കുക. അപ്പം ഡയബറ്റിക്കാരോട് പറയാറുണ്ട് മധുരം കഴിക്കരുതെന്ന് പറയാറുണ്ട്. പക്ഷേ ഏത് കല്യാണത്തിന് ചെന്നാലും രണ്ടാമത് ഐസ്ക്രീം മേടിക്കുന്ന ആരാ? ഇവർ പിന്നെയും പോയിട്ട് അവിടെ പോയി ഇങ്ങനെ വായി നോക്കി നിൽക്കുന്ന കാണാം. ഈ പുറത്ത് ലൈവ് ഐസ്ക്രീമൊക്കെ ഉള്ളിടത്ത് ചോദിച്ചാൽ പറയും ഞങ്ങളങ്ങനെ മധുരമൊന്നും എടുക്കാറില്ല, വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. അല്ലേ? കല്യാണത്തിന് പോകുമ്പം തിരുവനന്തപുരത്തെ കല്യാണത്തിന് പാൽപ്പായസവും അടപ്രഥമനും പരിപ്പ് പായസവും പിന്നെ വല്ലതും കൂടെ ഉണ്ടോ എന്ന് നോക്കുന്നവരാണ്. എന്താ കാര്യം? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല. മനുഷ്യൻ്റെ അകത്ത് എന്തോ കിടക്കുക? പാപം കിടക്കുക. സാധാരണ എല്ലാവരും പറയാറുണ്ട് ഡയബറ്റിക്കാരൊക്കെ മോർ പ്രോട്ടീൻ കഴിക്കണം, ലെസ് കാർബോ കഴിക്കണം. കാർബോ കഴിക്കുക, പ്രോട്ടീൻ കൂട്ടുക. എന്നോട് പലരും പറഞ്ഞു മുട്ടയുടെ വെള്ള, വല്ലപ്പോഴും ഒരു ഉണ്ണി, പക്ഷേ 3-4 മുട്ടയുടെ വെള്ള കഴിക്കണം, ചോറ് കുറയ്ക്കണം. ഞാൻ വളരെ ഡീസൻ്റായിട്ട് മുട്ടയുടെ വെള്ള കഴിച്ചു, എന്നിട്ട് ഉണ്ണി മാറ്റി വെച്ചു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നക്കി ഉണ്ണി. എൻ്റെ അമ്മയ്ക്ക് ഷുഗറായപ്പോൾ അമ്മ പാസ്റ്റോട് ചോദിച്ചാൽ അത് വളരെ രസമായിരുന്നു. രാവിലെ ചായ കുടിക്കാതിരിക്കുന്നത്. അമ്മ പഞ്ചസാര ഇടത്തേ ഇല്ല. ഒരു കൈ പഞ്ചസാരയും മറ്റേ കൈ ചായയും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തോ നക്കും. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മ എവിടെ ഇരിക്കുക? അകത്ത്. അതിൻ്റെ പേര് എന്ത്? പാപം. ഈ ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് ഇങ്ങനെ ഇറച്ചിയൊക്കെ വളരുമ്പോൾ ചിലവന്മാർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കൈക്കലടാ വിറയിലുണ്ടോടാ, വിറയിലുണ്ടോ, ഇടറാ ഇങ്ങോട്ട് പീസ്, പീസ് ഇടാൻ. ഈ പുള്ളിയുടെ കൊളസ്ട്രോൾ എത്ര ആയിരിക്കും എന്നറിയാമോ? 400 ആയിരിക്കും. പക്ഷേ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത തിന്മയുടെ പ്രമാണം എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മളാണ് പാപത്തെ നിയന്ത്രിക്കുന്നത്. ഒരു ഭക്ഷണം നിയന്ത്രിക്കാൻ മനുഷ്യനെ കൊണ്ട് ഒക്കുന്നുണ്ടോ? ഇല്ല. ഇനി മക്കൾ കണ്ടിരിക്കുന്ന മക്കളൊക്കെ നല്ല പിള്ളേരാണ്, പഠിക്കണം. ജനുവരി ആയില്ലേ? ഇനി എത്ര ദിവസമുണ്ട് പരീക്ഷയ്ക്ക്?
ഈ പിള്ളേർക്കെല്ലാം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനാണ് അവർ നേരത്തെ കിടക്കുന്നത്. ഞാൻ എല്ലാവരും പറയും, ഞാൻ 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ അപ്പൻ എനിക്കൊരു സമ്മാനം കൊണ്ടത്. വട്ടത്തിൽ ഇരിക്കും, താഴെ 2 കാല്, മേളിലൊരു ഞെക്കൽ. എന്താ? അലാറം. നേരത്തെ കിടക്കും. 3 മണിക്കൊക്കെ അലാറം വെച്ചത്. നല്ല തലയുറക്കത്തിൽ ഈ സാധനം ഒറ്റയടിയ ഒറ്റയടി അടിച്ചപ്പോൾ നമ്മളെന്തോ ചെയ്തു? അവിടെ കിടന്നുകൊണ്ട് എന്തോ ഓഫാക്കി, അലാറം ഓഫാക്കി. എന്നിട്ട് തിരിഞ്ഞ് കിടന്ന് സുഖമായിട്ട് എന്ത് ചെയ്തു? ഉറങ്ങുന്നുണ്ട്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒക്കുന്നുണ്ടോ? ഇല്ല. അലാറം അടിച്ചിട്ട് താത്ത് വെച്ചവരൊന്ന് കൈ പൊക്കാം. അല്ലായിരുന്നു ഇന്ന് വല്ല പോലീസും ഈ ജോലിയൊക്കെ കിട്ടിപ്പോത്തില്ലേ. പക്ഷേ അന്ന് അലാറം വെച്ചതെല്ലാം ഓണാക്കിയിട്ട് എന്തോ ചെയ്തു? ഓഫ് ചെയ്ത് വെച്ചു. ആഗ്രഹമുണ്ട്. ഒക്കുന്നുണ്ടോ? ഇല്ല. ഒക്കുന്നുണ്ടോ? ഇല്ല. എന്നോട് എത്രയോ പേരാ പറയുന്നറിയാമോ, പാസ്റ്ററെ 4 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി അവരെന്നും തീരുമാനിച്ച് കിടക്കും. എന്നും നടക്കുന്നുണ്ട്. ഉറക്കത്തിൽ അന്നേ ഉള്ളൂ. ഇതുവരെ എന്തോ നടന്നില്ല, നടന്നില്ല. ഒക്കുന്നുണ്ടോ? ഇല്ല. തമാശ പറയല്ല. എന്നാലും എന്നോട് എൻ്റെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞു, അളിയാ, അച്ഛനാ പുള്ളി, ഇപ്പോൾ അച്ഛനാ, അളിയാ, ഞാനൊരു വലിയ കഹാകാര്യം തീരുമാനിച്ചു. ഒരു പുതുവർഷത്തിലാണ്, ഡിസംബർ 31 ഞാൻ ചോദിച്ചു എന്തോന്നാ? ഈ വർഷം ഞാൻ കഠിനമായ തീരുമാനമെടുത്തു. വളരെ ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനമാണ്. എന്താണെന്നറിയാമോ? ഞാൻ ഇത്ര ആകാംക്ഷയോട് ചോദിച്ചു, എന്താ ഈ മഹത്തായ തീരുമാനം? നീ എന്തോടാ തീരുമാനിച്ച്? പറയാതെ പറ, ടെൻഷൻ അടിപ്പിക്കാതെ. അവൻ പറഞ്ഞു, ഒന്നും തീരുമാനിക്കുന്നില്ലെന്നങ്ങ് തീരുമാനിച്ചു. കാരണം കുറേ നാളായിട്ട് തീരുമാനിച്ച് അല്ലാതെ ഒരു കാര്യവും നടന്നില്ല. എന്താ കാര്യം? അടുക്കത്തിരിപ്പുണ്ട് ആഗ്രഹം. ഒക്കുന്നുണ്ടോ? ഇല്ല. അത് മനുഷ്യനെ എന്താക്കി? പാപികളാക്കി. കൽപ്പന കൊടുത്തു, ഏതിലെങ്കിലും 3 അനുസരിക്കും, 2 തെറ്റും. മനുഷ്യൻ വീണ്ടും വീണു എഴുന്നേറ്റും മനുഷ്യൻ നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ പാപത്തിന്, തിന്മയ്ക്ക് അധീനമായ ശരീരത്തു തന്നെ ആര് വിടുവിക്കും? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവം ഒരു ഉത്തരം കൊടുത്തു. കാരണം മനുഷ്യൻ്റെ നീതിപ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ. മനുഷ്യൻ്റെ കർമ്മമാർഗം കൊണ്ട് അവനെ കൊണ്ട് ഒക്കുമോ? ഇല്ല, ഒക്കില്ല. ആഗ്രഹിക്കും, തീരുമാനിക്കും, കുറച്ചാൾ നടക്കും. അപ്പോഴാണ് നാട്ടുകാർ ഒരു ചൊല്ലിട്ടു, ശങ്കരൻ എഗെയിൻ ഓൺ ദ കോക്കനട്ട്. ശങ്കരൻ എഗെയിൻ ഓൺ ദ കോക്കനട്ട് അല്ലേ? കാരണം ഒക്കുന്നില്ല. ഒക്കാതിരിക്കുമ്പോഴാണ് തമ്പുരാൻ ഒരു ഉത്തരം കൊടുത്തു. ആ ഉത്തരമാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായി. ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ് ദൈവം മനുഷ്യനായി. മനുഷ്യൻ ദൈവമാകുന്നതല്ല. ഈ മനുഷ്യൻ ദൈവമാകാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മനുഷ്യൻ ദൈവ എന്താണ്, അവരോട് ആരുടെയും വിശ്വാസത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ എളിയവനാളല്ലെങ്കിലും മനുഷ്യൻ ദൈവമാകാൻ ശ്രമിക്കുന്ന അല്ല അത്ഭുതം. ദൈവം ആരായി? മനുഷ്യനായി. ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ നിഗൂഢമാണ്. എന്തുമാത്രം നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളുടെ സമൂഹങ്ങൾ, അതിൻ്റെ പേരെന്താ? ഗ്യാലക്സികൾ അല്ലേ? നക്ഷത്ര സമൂഹം. ആ നക്ഷത്ര സമൂഹങ്ങൾ പോകുന്ന എന്തിലാണ്? മിൽക്കി വേ ക്ഷീര പദങ്ങൾ. ഇത്രയും കുറച്ച് വണ്ടി ഇതുവഴി നടന്നിട്ട് എന്ത് ആക്സിഡൻറ്റാണ്? ഒന്ന് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. പക്ഷേ ഈ ആകാശത്ത് ഇത്രയും നക്ഷത്രങ്ങൾ പോയിട്ടും കൂട്ടിയിടിക്കാതൊക്കെ പോകുന്നത് ഇതിനെല്ലാം പരിമാണം വെച്ച്, അളവ് വെച്ച് നിയമിച്ചവൻ ആരാ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഉല്ലസിച്ചപ്പോൾ, ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പോൾ ഇത് സകലത് ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം ആരായിട്ട് മാറി? മനുഷ്യനായിട്ട് മാറി. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ദൈവം ആരായി? മനുഷ്യനായി. വിണ്ണിലിരുന്ന ദൈവം മണ്ണിലേക്ക് വന്ന എന്തിനാണ്? മണ്ണിൽ ജനിച്ച് മണ്ണിന് വേണ്ടി ജീവിച്ച് മണ്ണിലൊടുങ്ങേണ്ട മനുഷ്യനെ വിണ്ണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിണ്മയനായ ദൈവം ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാ? നമ്മെ രക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ഈ പാപത്തിന് അധീനമായ ശരീരത്തു നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായ ദൈവം മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും അനുഭവിച്ച് 30 വയസ്സ് വരെ മാതാപിതാ കീഴ്പ്പെട്ട് ജീവിച്ചു. 30ാമത്തെ വയസ്സിൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് കർത്താവിൻ്റെ ജീവിതം. 12ാമത്തെ വയസ്സിൽ കർത്താവിനെ തപ്പിച്ചെല്ലുമ്പം കർത്താവ് എവിടെ ഇരിക്കുക? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരിക്കുക. എനിക്ക് കൊണ്ടൊരു 12കാരൻ ഇച്ഛ തെറ്റിയാൽ കാണത്തില്ല, എന്തോ എടുത്തുകൊണ്ട് ഓടും. ഫോൺ എടുത്തുകൊണ്ട് ഓടും. എല്ലാം ഗെയിം കളിയാണ്. പക്ഷേ ഈ 12കാരൻ എന്തോ എടുക്കുക?
ഉപദേഷ്ടക്കന്മാരുടെ നടുവിരിക്കുക. അത് കഴിഞ്ഞപ്പോഴോ മരപ്പണിക്കാരനായിരുന്നു. മരപ്പണിക്കാരൻ ഇന്ന് 16ഉം 17കാർക്ക് യാതൊരു രക്ഷബോധവും ഇല്ല. കഷ്ടിച്ച് ഒരു ലൈസൻസ് എടുത്താൽ ഒരു സാധനം എടുത്ത് വെച്ചുകൊണ്ട് അവനങ്ങ് കറങ്ങും. പലരും ഇടയ്ക്കിടയ്ക്ക് എന്തിനു പോകും? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കാറ്ററിങ്ങിനോ എന്തെങ്കിലുമൊക്കെ പോകും. ഞാൻ പല പിള്ളേരും ചോദിച്ചിട്ടുണ്ട്, കാറ്ററിങ്ങിന് പോയാൽ എന്തോ കിട്ടും? 500 രൂപ, 600 രൂപ, കുറച്ച് നേരം കൂടെ ഒക്കെ എക്സ്ട്രാ നിന്നാൽ 800 കിട്ടും. പ്ലേറ്റൊക്കെ നിന്നാൽ നീ എന്തോ ചെയ്യും? എന്തോ ചെയ്യാനാ? പെട്രോൾ അടിക്കും, മൊബൈൽ റീചാർജ് ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ. വേറെ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറ. പക്ഷേ ഈ 16കാരൻ എന്തോ ചെയ്യുമായിരുന്നു? വീട് അന്വേഷിക്കുകയായിരുന്നു, മരപ്പണിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് 30ാമത്തെ വയസ്സിൽ പരസ്യശുശ്രൂഷ ആരംഭിച്ചവൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. കഷ്ടപ്പെട്ടു 16 ആ നല്ല പ്രായത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ, ലക്ഷ്യബോധമില്ലാത്ത ചെറുപ്പക്കാരെ ലക്ഷ്യബോധത്തോടു കൂടി വേർപ്പൊഴുക്കി അധ്വാനിച്ച ഒരു മരപ്പണിക്കാരൻ ചെറുപ്പക്കാരൻ ദൈവം ആരായി മാറി? മനുഷ്യനായി മാറി. 30ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കാൻ വരുന്നുണ്ട് അല്ലേ? പക്ഷേ കർത്താവിനെ നോക്കിക്കേ, കർത്താവ് 30 വയസ്സ് കഴിഞ്ഞ് എന്നും നമ്മൾ കാണുന്നുണ്ട് രാത്രിയിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഈ യേശു എനിക്ക് എന്നും അത്ഭുത. ഇന്നത്തെ മനുഷ്യർക്ക് ശരിയാകാൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നുണ്ട്, നിങ്ങൾ ആരെ ശ്രദ്ധിച്ച് നോക്കണം. അതുകൊണ്ട് നിങ്ങൾ നാം സ്വീകരിച്ച് പറയും നമ്മുടെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് നോക്കണം. കണ്ടോ? 16-17കാരെ അധ്വാനിക്കാൻ മടിയില്ലാത്ത ക്രിസ്തു, അധ്വാനിച്ച ക്രിസ്തു, വേർപ്പൊഴിക്കുക ക്രിസ്തു. നോക്കൂ, ആ കർത്താവ് ദൈവം മനുഷ്യനായ കർത്താവ് 30ാമത്തെ വയസ്സിൽ പരസ്യശുശ്രൂഷ ആരംഭിച്ചു. പക്ഷേ എനിക്ക് അത്ഭുതം, എന്നും വൈകിട്ട് കാണത്തില്ല. പുരുഷാരത്തെയൊക്കെ വിട്ടിട്ട് ഒറ്റ ഓട്ടമാണ്. എന്തിനാ പോയത്? ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ പുറകെ പോയി. ഈ ചെറുപ്പക്കാരൻ എന്തോ ചെയ്യാമെന്നറിയാമോ? 30ാമത്തെ വയസ്സിൽ പോയിട്ട് മലയുടെ മുകളിൽ ഇരിക്കുക. ആരോട് വർത്താനം പറയുക? പിതാവിനോട്. പിതാവേ, ഞാനും നീ ഒന്നായിരുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകേണ്ടത്. പിതാവും പുത്രനും ഒന്നാ. അവിടെ ഇരുന്ന് വർത്താനം പറയുക. ഇന്നത്തെ മക്കളെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? ഈ മക്കൾ പേരൻസിനോട് സംസാരിക്കത്തില്ല. അവർക്ക് സംസാരിക്കാൻ നേരെയില്ല. അവരിങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ദാ വന്നു, ദേ പോകുക. എന്താ ഉണ്ടാ? അവനങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. പക്ഷേ ഈ മോനുണ്ടല്ലോ, രാത്രി മുഴുവൻ ഇരുന്ന് അപ്പനോട് എന്ത് ചെയ്യുക? വർത്താനം പറയുക. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, റിപ്പബ്ലിക് ഡേ വരികയല്ലേ, മഹാത്മാഗാന്ധിയെക്കുറിച്ച് തൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ 3ാമത്തെ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു ഒരു ചാപ്റ്ററുണ്ട്, എൻ്റെ അച്ഛൻ്റെ മരണം ഇരട്ടക്കളങ്കം. എന്നിട്ടെന്താ, രാത്രിയിൽ അച്ഛനിങ്ങനെ അസുഖം കൂടി കാല് തിരുമുന്നത് ഇഷ്ടമാണ്. പക്ഷേ കാല് തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ ഉപ്പാപ്പൻ വന്ന് പറഞ്ഞ്, നീ വേണേൽ പോയി കിടന്നോളാൻ, കസ്തൂർബ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ താൻ അകത്ത് പോയി കതകടച്ച് കസ്തൂർബയുടെ കൂടെ കിടന്നു. രാത്രിയിൽ എപ്പോഴോ പരിചാരകൻ കട്ടിലെ വാതുക്ക മുട്ടുന്നു ചോദിച്ചപ്പം കഥ പറഞ്ഞു അച്ഛൻ മരിച്ചുപോയി. വല്ലാത്ത സങ്കടമായിപ്പോയി ഗാന്ധിജിക്ക്. കുറച്ച് നേരം കൂടെ അച്ഛൻ്റെ അടുത്തിരുന്നെങ്കിൽ മരിക്കുമ്പോൾ മോൻ്റെ കണ്ണി നോക്കി മരിച്ചേനെ. പിന്നെ ഇരട്ടക്കളങ്കം, ആ കുഞ്ഞും മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുക്കൽ ഇരിക്കാൻ കഴിയാതെ പോയ ഗാന്ധിജിയുടെ സങ്കടം സത്യാന്വേഷണ പരീക്ഷണയിൽ എഴുതുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രാത്രി മുഴുവൻ അപ്പനോട് വർത്താനം പറഞ്ഞൊരു മോൻ. ആ മോൻ്റെ പേരെന്താ? യേശു. കണ്ടോ? എല്ലാത്തിനും ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. രാത്രി മുഴുവൻ അപ്പനോടിരുന്ന് വർത്താനം പറയുക അല്ലേ? ഇനിയും തിരിച്ച് നോക്കിക്കേ, ഒരു അപ്പനും മക്കളും തമ്മിൽ എന്താകണമെന്നറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. തിബരിയാസിൻ്റെ കടക്കരെ കുറേ പിള്ളേർ പിണങ്ങിപ്പോയി, പിന്മാറിപ്പോയി, പിഴച്ചു പോയി എന്ന് വേണേൽ പറയാം. തോമസ് എല്ലാം ഉണ്ട്. എല്ലാം കൂടെ രാത്രി പോയിട്ട് നേരം വെളുത്ത് താണ്ട് മുടിച്ച് തേച്ച് കഴുകി വരിക. ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ ഭാഷയിലാണെങ്കിൽ എല്ലാം കളഞ്ഞ് കുളിച്ച് താണ്ട് ചിരിച്ചുകൊണ്ട് വന്ന് കയറിയിരിക്കുക. എൻ്റെ അപ്പനാണേ, നിങ്ങളുടെ അപ്പനാണേ, എന്തോ പറഞ്ഞേനെ, അയ്യോ വന്ന് നിൽക്കുക. ഡാ എടീ കൊടുക്കടി, നീ ഒറ്റ ഒരുത്തിയാ, കൊടുക്ക്, നല്ല മുട്ട പിടുങ്ങി കൊടുക്ക് അവനങ്ങോട്ട്, തീറ്റിക്കൊരു കുറവും വരണ്ട, വയസ്സാങ്കാലത്ത് ഞാൻ വേണം അന്വേഷിക്കാൻ എന്നൊക്കെ പറയും. അത് കേട്ടാൽ കഴിക്കാൻ തോന്നുമോ? ഇല്ല. പക്ഷേ ഈ അപ്പം പറഞ്ഞ എന്താ? കുഞ്ഞുങ്ങളെ, കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഒരു അപ്പനും മകനും എങ്ങനെ ആകണം? പരാജയപ്പെട്ട മകനെ വഴക്ക് പറയും, അത് ചേർത്ത് പിടിച്ച് വിശുദ്ധീകരിച്ചു തീക്കനെ കൊണ്ടിരുത്തി. എന്തോ സൈക്കോളജിക്കൽ അപ്രോച്ചാന്ന് നോക്കി, തീക്കനിലേക്ക് എടുക്ക കൊണ്ടിരുത്തി. തീ ഇങ്ങനെ പൊള്ളുന്ന തീ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പതുക്കെ പത്രോസിനോട് ചോദിച്ചു, നിനക്ക് ഇവയിലധികമായിട്ട് എന്നോട്? പത്രോസിൻ്റെ ചങ്ക് പൊള്ളി.
കാരണം ഒരു തീക്കരികിൽ ഇരുന്നപ്പോഴാണ് ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചത്, നീ അവൻ്റെ കൂടെ അല്ലേ? അവൻ പറഞ്ഞു, എനിക്ക് അവനെ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. നാടകം പുനരാവിഷ്കരിക്കുകയാണ്. എന്തൊരു സൈക്കോളജിക്കൽ അപ്രോച്ച്! നാടകം പുനരാവിഷ്കരിച്ചു, തീയൊക്കെ കൊണ്ടുവച്ചു. തീ കാണുമ്പോഴേ അവൻ്റെ അകം പൊള്ളും. ഒരു തീക്ക് ഇരുന്നു കൊണ്ട് അറിയത്തില്ലെന്ന് പറഞ്ഞത് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഗുരു ചോദിക്കുക, ഈ കർത്താവ് ചോദിക്കുക, നിനക്കിഷ്ടമാണ് എന്നോട്, നിനക്ക് സ്നേഹമാണോ? കണ്ടോ, 3 വട്ടം ആവർത്തിച്ച് അവനെ കൊണ്ട് റിസൈറ്റ് ചെയ്യിപ്പിച്ചു. ഒടുവിൽ അവൻ പറഞ്ഞു, അങ്ങ് സകലതും അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസിനെ വിശുദ്ധീകരിച്ച ആ സ്നേഹം. അതുകൊണ്ടാണ് പറയുക, അപ്പന്മാരെ, നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യരുത്, കോപിപ്പിക്കരുത്. മക്കളെ കോപിപ്പിക്കാതിരിക്കാൻ നല്ലൊരു അപ്പനാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. നല്ല മോനാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ക്രൂശിൽ കിടക്കുക, ഏറ്റവും ഒടുവില്ല. ഇനി നോക്കിക്കേ, ഏറ്റവും ഒടുവിലാണ് ഒരു മൊഴിയുണ്ട്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുകയാണ്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ നോക്കി പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞു. അമ്മയെന്ന് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. അമ്മ ഇനിയും ഏൽപ്പിക്കാതെ എങ്ങനെയാണ് പോവുക? ഞാനിതെത്തും വളരെ വികാരീതനായി പ്രസംഗിക്കാറുണ്ട്, മറ്റൊന്നും കൊണ്ടല്ല. വായിച്ച ചില കഥകളും അറിഞ്ഞ ചില സത്യങ്ങളും ഒക്കെ എന്നെ ആ ഭാഗത്ത് വല്ലാതെ വികാരധീനാക്കും. എൻ്റെ കാര്യം ചോദിച്ചാൽ, മെഡിക്കൽ കോളേജിലൊക്കെ ഉമ്മയ്ക്ക് കാവൽ നിൽക്കുന്നൊരു കുഞ്ഞ് ഫ്രീ കഞ്ഞി കിട്ടത്തില്ലേ, കഞ്ഞി മേടിക്കാൻ വേണ്ടി ചോറ്റുപാത്രമായിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ കുഞ്ഞിനെ വണ്ടി ഇടിച്ച് അവൻ തെറിച്ച് പോയപ്പോൾ തെറിച്ച് വീണ് അവനെ ആരോ കോരിയെടുക്കുന്നു. അപ്പോഴും അവൻ്റെ കൈ ചോറ്റുപാത്രം ഇരിപ്പുണ്ട്. കോരിയെടുത്തവൻ്റെ കൈ മടിയിരുന്നു കൊണ്ട് അവൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ചോദിച്ചെന്ന്, ഉമ്മയ്ക്കാരാ കഞ്ഞി കൊടുക്കുക? അപ്പോഴും അവൻ്റെ കൈ ചോറ്റുപാത്രം ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. ഇതെല്ലാം കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ക്രൂശിൻ്റെ സ്ഥലമാണ്. അന്നേരവും ആ വേദനയിലും ആരെ ഓർക്കുക? അമ്മയെ ഓർക്കുക. ഇതാ നിൻ്റെ അമ്മ. അമ്മയും മോനും കൂടെ എങ്ങനെ ആകണമെന്ന് നോക്കാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. പോരെ അമ്മയും മോനും കൂടെ? അപ്പോഴും മറ്റൊരു സംഭവം എൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്, അതിന് ഞാൻ സാക്ഷിയായതാ. എനിക്കറിയാവുന്നൊരമ്മ, ആ അമ്മയ്ക്ക് മക്കളുണ്ട്, പെൺമക്കളും ഒരു മോനും. ആ മോന് കുറച്ച് വസ്തുവൊക്കെ അമ്മ മോൻ്റെ പേരിൽ കൊടുത്തു. പക്ഷെ മോനോട് ആലോചിക്കാതെ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മ കുറച്ച് തടിയൊക്കെ തടി വിട്ടപ്പോൾ ഈ മോനുണ്ടല്ലോ, ഈ പുന്നാര മോന്, ആ മോന് കേസ് കൊടുത്തപ്പം പോലീസ് വന്നു. അമ്മ ഇങ്ങനെ എടുത്ത് നോക്കുമ്പം താണ്ട് പോലീസ്. വീട് തുറന്നപ്പോൾ അമ്മ പേടിച്ചു പോയി. എന്ന് സാറേ, നിങ്ങൾ ഇന്നാരാണോ? ആണോ? എന്താ സാറേ? നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ്. SI പറഞ്ഞു. എന്താ സാറേ കംപ്ലൈൻറ്റ്? തടി വിറ്റു. ആരുടെ തടി? എൻ്റെ കെട്ടിയോൻ്റെ, എൻ്റെ അയ്യത്തെ. അല്ല, എഴുതി കൊടുത്തു. അപ്പോൾ അത് മോൻ്റെ അല്ലേ? മോൻ്റെയാ. വെട്ടി വിറ്റു. ഇനി എന്തോ ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു, SI ചോദിച്ചു, എന്തിനാ വിറ്റത്? സാറേ, ആശുപത്രിയിൽ പോകണ്ടേ, പൈസ വേണ്ടേ, സ്വത്രാഴ്ച ഇടണ്ടേ, എല്ലാവരും വന്നാൽ വല്ലതും കൊടുക്കണ്ടേ, പെൺപിള്ളേർ കയറി വന്നപ്പോൾ വല്ലതും കൊടുക്കും, എനിക്ക് ചിലവ് കഴിയണ്ടേ, അതിനാ വിറ്റത്. ഏതായാലും നല്ലവനായിരുന്നു SI കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു, ഇനി എത്ര തേക്കൂടുണ്ട്? 5-6 നിപ്പുണ്ട്. അയാൾ പറഞ്ഞു, തള്ളേ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് മൊത്തം വിറ്റ് അടിച്ച് പൊളിച്ചോണം, ഇല്ല ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടിടുമെന്ന് പറഞ്ഞു. മൊത്തം അടിച്ച് പൊളിച്ചോളാൻ പറഞ്ഞു. പൊക്കി. പക്ഷേ ഈ മോനുണ്ടല്ലോ, ഈ പുനാര മോൻ, ഈ ഒറ്റ മോൻ പിന്നെ വീട്ടിൽ വന്നിട്ടില്ല, വീട്ടിൽ കയറത്തില്ല. അമ്മയുടെ കണ്ണിന് ക്യാൻസറായ അമ്മ എൻ്റെ അടുക്ക വന്നു. എൻ്റെ ഈ എളിയവൻ്റെ അടുക്കൽ കാഴ്ച കുറയുക. ഇനി എത്ര നാൾ കാണാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. കണ്ണിൻ്റെ കാഴ്ച മൊത്തം പോകുന്നതിന് മുമ്പ് മോനെ ഒന്ന് കാണണം. ഒന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി, പാഷൊന്ന് വിളിക്കാവോ? ഞാൻ വിളിപ്പിച്ചു. വന്നേ, അമ്മയെ കാണണം. വന്നില്ല. അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച പോകുക. നിങ്ങൾക്കറിയോ, ഈ അമ്മ ഏറ്റവും ഒടുവിൽ ചെയ്ത ഒരു കാര്യം, എൻ്റെ അടുക്കൽ ഈ എളിയവൻ്റെ അടുക്ക വന്നിട്ട് ഒരു കെട്ട് പൈസ തന്നിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിനും തലേദിവസം എൻ്റെ മോൻ വന്നാൽ കണ്ടില്ലേലും സാരമില്ല, ഇത് അസാധു, അതല്ല, എൻ്റെ മോൻ വരാതിരിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്താൽ പാസ്റ്ററേ, അത് കഴിഞ്ഞ് ബോഡി എടുത്ത് വെക്കുമ്പോൾ ഇവൻ വലിയ ആൾ കളിച്ച് വന്നാൽ ശവത്തെ തൊടിയിപ്പിക്കരുത്. അവൻ ആൾ കളിച്ച് ബലമായിട്ട് പിടിക്കാൻ വന്നാൽ ഗുണ്ടേ നിർത്തണം. ഗുണ്ടയ്ക്ക് കൊടുക്കാനാണ് ഈ പൈസ. സാമ്പാർഷാണെ അപ്പളെ മയങ്ങി വിടനെ. ഗുണ്ടയ്ക്ക് കൊടുക്കാൻ പൈസ ഗുണ്ടയ്ക്ക് കൊടുക്കാനാ. ഞാൻ പറഞ്ഞ, അമ്മച്ചി പേടിക്കണ്ട, അന്നത്തെ അത്യാവശ്യം ഗുണ്ട ഞാനായിക്കോളാം. എന്നിട്ട് തമാശയ്ക്ക് പറഞ്ഞു, ഗുണ്ട ചെറിയാൻ, ഗുണ്ട ജേക്കബ്, ഗുണ്ട വിജയകുമാർ,
കുറേ എണ്ണം നമ്മുടെ കൂടെ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ പിള്ളേർ പാർശ്വമാരൊക്കെ അന്നേരം കൊണ്ടുപോയിക്കും. പക്ഷെ വന്നില്ല. അമ്മയുടെ കാഴ്ച പോയി. ഓരോ അനക്കങ്ങളും കേട്ടപ്പോൾ ഈ അമ്മ ചോദിച്ചു, മോനാണോ? എൻ്റെ മോൻ, എൻ്റെ അപ്പു. അവസാനം ചെന്നപ്പം പറഞ്ഞു, അമ്മച്ചിയുടെ മോനാ. പോടാ, നീ പ്രിൻസിൻ്റെ മോൻ. ശബ്ദം കേട്ടാൽ അറിയാം. വന്നില്ല. കാണാതെ മരിച്ചു. ബോഡി എടുത്ത് വെച്ചിങ്ങനെ ഇരിക്കുമ്പം താണ്ട് വരുന്ന ഈ പുള്ളി. അയ്യോ, എൻ്റെ പെരുവെള്ളയെന്നൊരു പെരുപ്പ്. ഈ പെൺവാക്ക് കേൾക്കുന്നവൻ പെരുവഴിയിലാണെങ്കിലും ഉണ്ടല്ലോ, ചിലപ്പോൾ ഇവളുമാർ പറയുന്നത് കേൾക്കണം. ചിലപ്പം എപ്പോഴും കേൾക്കണ്ട, ചിലപ്പം കേൾക്കണം. എൻ്റെ മുഖം മാറുന്ന എൻ്റെ ഭാര്യ അറിഞ്ഞ് എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, ഇന്ന് ഇവിടെ കിടന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ഞാൻ നേരെ കോഴിക്കോട്ട് പോകും. ദൂരെ നിന്നാ പെണ്ണ് കെട്ടി, ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോകാതിരിക്കാനാ. അതുകൊണ്ട് പോകത്തില്ല. പോയാലും റെയിൽവേ സ്റ്റേഷനിൽ ഇട്ട് പിടിക്കാനുള്ള സമയം കിട്ടും. ഓടിച്ചെല്ലപ്പെടുത്ത് അല്ലേ, പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല. പിന്നെ മനുഷ്യനായിട്ട് ജീവിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു ഇന്നൊന്നും പറയല്ലേ. ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ എന്തോ പറയണം? 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. വേറെ ഒന്നും പ്രസംഗിക്കരുത്. എന്നാലും അങ്ങനെ വിടാനൊക്കെ അന്നെൻ്റെ ജീവിതത്തിൽ നല്ലൊരു പ്രസംഗം ചെയ്തു. നല്ല പ്രസംഗമായിരുന്നു. ഞാൻ പറഞ്ഞു ഓൾ മലയാളീസ് ആർ ഗുഡ് സിംഗേഴ്സ്. എല്ലാ മലയാളിയും പാട്ട് പാടും അല്ലേ? എല്ലാ മലയാളിയും എന്തു ചെയ്യും? പാട്ട് പാടും. എപ്പോഴാ പാടുന്നറിയാം? കുളിക്കാൻ കയറിയിട്ട് കണ്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്ന് സോപ്പിട്ട് ഉരയ്ക്കുമ്പോഴാണ് പാട്ട് വരുന്നത്. എപ്പോഴാ? ഇവത്തല ഉരയ്ക്കുമ്പോഴാണ്. ഇത് എവിടെ ഉരയ്ക്കുക? പുക്കിളയില. ഈ പുക്കിളെന്താ? 9 മാസം അമ്മ ചുമ്മിയതാ. മനുഷ്യൻ കഴിച്ചില്ല, കുടിച്ചില്ല, ഒന്നും ചെയ്തില്ല. എല്ലാം ചെയ്തത് അമ്മയാണ്. ആ അമ്മയ്ക്ക് ഓർമ്മയ്ക്കാം. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം ആരെ ഓർക്കാൻ? അമ്മയെ ഓർക്കാൻ. ഇന്ന് കുടവണ്ടിയൊക്കെ ഞെളിഞ്ഞിരുന്ന് തിരുമത്തില്ലേ? അത് ആരെ ഓർക്കാനാ? അമ്മയെ ഓർക്കാനാണെന്ന്. അമ്മയെ ഓർക്കാൻ. ഏതായാലും ഞാൻ എന്നിട്ടൊരു കഥ പറഞ്ഞു കേട്ടോ. ആ കഥ ഇതായിരുന്നു. കഥയല്ല, അതും നടന്നതാ. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ കുഴിത്തറയൊക്കെ കഴിഞ്ഞ് മൺഡേ മാർക്കറ്റും കഴിഞ്ഞ് ഒരു സ്ഥലം, അവിടെ ഞങ്ങളുടെ നാട്ടിൽ അന്ന് അവിടുന്ന് വന്ന് കോൺട്രാക്ട് പണി ചെയ്യുന്ന ഒരു സഹോദരൻ്റെ അമ്മ മരിച്ചുപോയി. ഇതുപോലെ ഒറ്റ മോനാ. അപ്പോൾ ആ മോനെ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഈ സഹോദരൻ അങ്ങ് വല്ലാതായി. ഞാൻ പറഞ്ഞു, സഹോദരൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. ഞങ്ങൾ അവിടുന്ന് രാത്രി തിരിച്ച് വെളുപ്പിന് 2 മണി 3 മണി ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ അന്ന് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ അല്ലേ, ഇവിടെ അല്ലേ കുഴിത്തറ, അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പം CSI സമൂഹമാണ്. അപ്പോൾ അവിടെ ധാരാളം ആളുകളൊക്കെ ഇരിപ്പുണ്ട് രാത്രി. പക്ഷേ ഞങ്ങൾ മരിച്ചു എന്നുള്ള വാർത്തയെന്ന് അവിടെ ചെല്ലുമ്പം താണ്ട് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, എടാ ഓടിച്ചെല്ല്. തമിഴിൽ അവിടെ മലയാളം മിക്സ് തമിഴ്. നീ പെട്ടെന്ന് ചെല്ല്. നിന്നെ നോക്കി കിടക്കുക, ചെല്ലടാ. ചത്തില്ല, മരിച്ചെന്ന് കേട്ട് പോയതാ, മരിച്ചു എന്നറിഞ്ഞ് പോയതാ. അവിടെ ചെന്നപ്പോഴാണ് മരിച്ചില്ലെന്ന് പറയുന്നത്. നോക്കി കിടക്കുക. എനിക്കൊരു അത്ഭുതം. ഞാനും കൂടെ ഓടി ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ കിടപ്പുണ്ട്. എല്ലും തോലുമായൊരമ്മ ഇങ്ങനെ മുഖമൊക്കെ വെള്ളയൊക്കെ വിരിച്ച് കിടക്കുക. അടുത്തിരുന്ന് എല്ലാവരും പാട്ട് പാടുകയും വേദോത്സവമൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ സൂക്ഷിച്ച് നോക്കിയപ്പം ചെറിയൊരനക്കം. ഞാൻ എൻ്റെ കണ്ണിനൊരു കാഴ്ച കണ്ടു. ഈ മോൻ അടുത്തിരുന്ന് കെട്ടിപ്പിടിച്ചു, കുറേ ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മ അച്ചായനെ താത്തേ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. നോക്കിക്കോളാം. ഞാൻ എൻ്റെ കണ്ണിന് കണ്ടു. കണ്ണ് തുറന്നു. ഈ മോനെ നോക്കി 2 തുള്ളി കണ്ണീര് ടപ്പേന്നൊരാടാ. ആരെ ഏൽപ്പിക്കാൻ കിടക്കുക? അപ്പനെ മോനെ ഏൽപ്പിക്കാൻ. കാൽവറി അതൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഏത് മനുഷ്യനും ബന്ധങ്ങളെല്ലാം ശരിയാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഇതുപോലൊരാൾ. ഇനിയും ഭർത്താവും ഭാര്യയും തമ്മിൽ അറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. അവിടുന്ന് നമ്മുടെ മണവാളൻ, നാം അവിടുത്തെ മണവാട്ടി. ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി എന്ത് ചെയ്തിരിക്കുക? വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക. അതൊരു വലിയ ബാന്ധവമാണ്. ആ ബാന്ധവത്തിൻ്റെ ഒരു വലിയ സുഗന്ധമുണ്ട്, ഒരു സൗഖ്യമുണ്ട്, ഒരു സുഖമുണ്ട്. എന്താണെന്നറിയാമോ? അതങ്ങനെയാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത് പറയാതറിയണം എന്നുള്ളതാണ്. പറയാതറിയണം. ഈ സഹോദരിമാർക്കൊരു പ്രശ്നമുണ്ട്, ഒരു കാര്യവും പറയത്തില്ല. നമ്മൾ അറിയണം. അങ്ങനെയൊക്കെയല്ലേ അറിയണ്ടേ? ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ പോകാറുമില്ലേ? അറിയാതെ പറയുമ്പോഴല്ലേ പ്രശ്നങ്ങളാകുക. കെട്ടിയവനിങ്ങനെ മുഖം പാടിയൊക്കെ വരുമ്പോൾ ഒന്നുമില്ല. ഒന്നുമില്ലടി. അല്ലേലി എന്നോടൊന്നും പറയത്തില്ലല്ലോ. അവളുമാരൊക്കെ ചോദിച്ചാൽ ഇയാളങ്ങോട്ട് എന്നോടല്ലേ ഉള്ളൂ. അപ്പോഴത്തേന് ഇവരങ്ങ് വൈബ്രേഷനൊക്കെ ആവും. ഏതായാലും രസകരമായ ഒരു കാര്യം, അടുത്തിടയ്ക്ക് ഒരു ഭൂതശാന്തി ഇറക്കുന്ന ഒരാൾ എന്നോടൊന്ന് പറഞ്ഞു,
ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഭയങ്കര ഭൂതശാന്തിയായിരുന്നു. പുള്ളിയുടെ ഒരു ഭൂതം ഇറക്കി പുള്ളി ഒരിക്കൽ. ആ ഭൂതം ടിപ്പിക്കൽ ഭൂതമാണ്. ആ ഭൂതം ചിരിക്കുന്ന ഭൂതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിരിക്കുന്ന ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ചിരിക്കുന്ന ഭൂതമാണ്. പുള്ളി ഇങ്ങനെ ലൈറ്റേ നോക്കി ചിരിക്കുമ്പോൾ ലൈറ്റ് ഫ്യൂസ് അടിച്ചു പോയി. ചീറയെ നോക്കി ചിരിച്ചു, അത് ഫ്യൂസ് അടിച്ചു പോയി. അവരൊരു എമർജൻസി ലൈറ്റ് കൊണ്ടുവച്ചു, ചിരിച്ചു, അത് ഫ്യൂസ് അടിച്ചു പോയി. പെട്രോൾ ബാക്സ് കത്തിച്ച് വെച്ചു, ചിരിച്ചു, മാൻഡിലടിച്ചു പോയി. മെഴുതിരി കൊണ്ടുവച്ചു, ചിരിച്ചു, മെഴുതിരി കെട്ടുപോയി. ഏത് ലൈറ്റും കെടും, ഭൂതം ചിരിച്ചാൽ മതി. അങ്ങനത്തെ ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ആ ഒരു ഭൂതം. പുള്ളി അതിനെ ചൊല്ലി അഴിച്ച് ഇറക്കി വിട്ടപ്പം വീട്ടിൽ ചെന്നപ്പം ഭാര്യ അമ്മായിമ്മയായിട്ട് വഴക്കുണ്ടാക്കി പെട്ടിയും പ്രമാണമായിട്ട് റോഡിൽ നിൽക്കുക, പോവുക. പുള്ളി ചോദിച്ചു, ഈ ഭൂതത്തെ ഞാൻ എങ്ങനെ ഇറക്കി വിടും? അതുകൊണ്ട് ഇപ്പം പുള്ളി ഒരു കാര്യം ചെയ്യും, ഏത് ഭൂതം ഇളകിയാലും പറയും, അധികാരത്തോട് നിന്നോട് ഞാൻ പറയുന്നു, നിശബ്ദമായി ഇരിക്കുക. തൊടത്തില്ല, കാരണം തൊട്ടാൽ അവിടെ ഇളകും, തൊട്ടാൽ എന്ത് ഇളകും? അവിടെ ഇളകും. അപ്പം അവിടെ ഇളകി എന്തോ ചെയ്യും? അപ്പം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇളകുമ്പം എന്തോ ചെയ്യാനാ. പക്ഷേ പറയാതറിയുന്ന ഒരു കർത്താവുണ്ട്. അതാണ് ഈ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഞാൻ ഒത്തിരി വട്ടം അറിഞ്ഞു കേട്ടോ. അടുത്തിടയ്ക്ക് എൻ്റെ മനസ്സിനെ ചിന്തിപ്പിച്ച വലിയൊരു കാര്യം, ഒരു രാത്രി വല്ലാത്ത ഒരു സങ്കടം വ്യക്തിപരമാണ്. ഈ പാസന്മാരുടെ ഏറ്റവും വലിയൊരു സങ്കടമുണ്ട്. എന്നാണെന്നറിയാമോ? വിശ്വാസി വീട്ടിൽ നിങ്ങളുടെ പിള്ളേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിങ്ങളത് ഒരു നല്ല ഭാഷയാണെങ്കിൽ ആരോട് പറയും? ആരോട് പറയും? പാസ്റ്ററോട് പറയും. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയ പിണങ്ങിയിരിക്കുക ഭാര്യ ആരോട് പറയും? പാസ്റ്റർ അവിടെ 3-4 ആഴ്ചയായിട്ട് ദിവസമായിട്ട് പിണങ്ങിയിരിക്കുക. പാസ്റ്റർ അത് അറിയാത്തതുപോലെ വന്ന് രമ്യപ്പെടുത്തണം. ഞാനും ഭാര്യയും കൂടെ പിണങ്ങി ആരോട് പറയും? സെക്രട്ടറിയോട് പറയാമോ? പറയരുത്. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ സഭയെ ഭരിക്കുമെന്ന് ആലോചിക്കും. പാസ്റ്ററും ഭാര്യയും കൂടെ പിണങ്ങത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിണങ്ങൂടി? അപ്പം ഇല്ല, പിണങ്ങത്തേ ഇല്ല. പിണങ്ങും. പിള്ളേരുടെ സാക്ഷ്യം പിണങ്ങുമെന്ന് കണ്ടോ? അതാണ്, കണ്ടോ? പിണങ്ങും. പിള്ളേർ പറഞ്ഞു പിണങ്ങുന്നത്. അപ്പം പുള്ളി കള്ളം പറയും, പക്ഷെ പിള്ളേർ പള്ളത്തില്ല, കാരണം പിള്ള മനസ്സിൽ എന്തോ ഇല്ല, കള്ളയില്ല. കണ്ടോ? അപ്പോൾ അവർ പിണങ്ങി ആരോട് പറയാനാ? അപ്പോൾ സ്വകാര്യമായൊരു സങ്കടം. ഭാര്യ പിണങ്ങിയതൊന്നും അല്ല, എന്നാലും സ്വകാര്യമായൊരു സങ്കടം. അപ്പം ഞാൻ രാത്രി ഉറക്കം വരുന്നില്ല. രാത്രി 2 മണിക്ക് ഞാൻ എൻ്റെ മുറിയിൽ, അപ്പോൾ എൻ്റെ മുറ്റത്തൂടെ രാത്രി ഞങ്ങൾ കുറേ പേര് രാത്രി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി അവരെങ്ങാനും പോയാൽ അല്ലെ പുറത്ത് ആൾക്കാരൊക്കെ മിക്കവാറും കാണും, അവരാരും അറിയണ്ട. അതുകൊണ്ട് ഞാൻ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് എൻ്റെ സെറ്റ് എങ്ങനെ ഇരിക്കുക, ആരും അറിയുന്നില്ല. കണ്ണീരടക്കാൻ വയ്യ, സങ്കടം വരിക. ഞാനെന്തോ ചെയ്യും? അതെന്നെ ആ വിഷയം എന്നെ വല്ലാതെ അലട്ടി. 2:45 എനിക്കൊരു കോള്, സാമച്ചൻ പാസ്റ്റർ കുറച്ച് നാൾക്കുമ്പാ. ഞാൻ ചോദിച്ചു, പെട്ടെന്ന് 2:45 കോള് വെളുപ്പിനെ എടുത്തുടനെ ഈ ദൈവദാസൻ ഉണ്ട് പറഞ്ഞു, വെളുപ്പിനെ 2:45. ഞാൻ ചോദിച്ചു, അച്ഛൻ അമേരിക്കയിലാണോ? അല്ല, പൊന്നൂരാ. അതെന്നെ ചെയ് വെളുപ്പിനെ? അല്ല മോനെ, ഒരു കാര്യം, നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു സഹോദരനെ, രാവിലെ വിളിക്കായിരുന്നു. അപ്പം വിളിച്ചപ്പം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അതിനല്ല വിളിച്ചത്, ഒരു ദർശനം കണ്ടുകൊണ്ട് ഉണർന്നതാ. ഇപ്പം തന്നെ പറയണമെന്ന് തോന്നി. അത് പറഞ്ഞിട്ട് കിടന്നില്ലെങ്കിൽ സമാധാനമില്ല. ദൈവാത്മാവ് പറയുന്നു, ഇപ്പം തന്നെ പറയണം. ഞാൻ ഏത് വിഷയത്തിന് സങ്കടപ്പെട്ടിരുന്നോ അതിൻ്റെ ഉത്തരം ഞാൻ ഈ 2:45 അവിടെ ഇരുന്നത് ഉലകത്തിലൊരു മനുഷ്യനറിയത്തില്ല. പക്ഷെ എൻ്റെ കണ്ണ് നനഞ്ഞാൽ അറിയാവുന്ന ഒരാൾ, കണ്ണ് നനഞ്ഞാൽ അറിയാവുന്ന ഒരാൾ. ഇതാണ് ഈ കർത്താവ്. അവനെപ്പോലെ ആരാ ഉള്ളത്? 2018 പ്രളയം വല്ലാത്തൊരു പ്രളയമായിരുന്നത്. അത് കഴിഞ്ഞ് പാലക്കാടൊക്കെ ഉണ്ടായി. എന്നാൽ പോലും ഞങ്ങളെ സംബന്ധിച്ചൊരു വല്ലാത്ത പ്രളയം. വെള്ളം കയറി ഇറങ്ങിയ ഞങ്ങളുടെ താഴത്തെ ഹോള് അത് വല്ലാതെ കിടക്കുക. പണിയാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങളൊന്ന് പൊളിച്ചു, പക്ഷെ പണി മുമ്പോട്ട് പോകുന്നില്ല. വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി, എല്ലാം കൊണ്ടും ഒരു അന്ധകാരം. ഞാനങ്ങനെ പേടിക്കുന്ന മനുഷ്യനല്ല, പക്ഷെ ആ രാത്രി എന്നെ ഭയം പിടിച്ചു. ഭയം ഒരു വല്ലാത്ത ദുരാത്മാവാണ്. ഞാനങ്ങനെ പേടിക്കാറില്ല. സാധാരണഗതി പല വിഷയങ്ങളിലും ഞാനിങ്ങനെ നിർഭയനായിരിക്കുന്ന ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട്. വലിയ വിഷയങ്ങൾക്ക് മുമ്പ് ഞാൻ കുലുങ്ങാൻ നിന്നിട്ടുണ്ട്. പക്ഷേ ആ രാത്രി ഒരു ഭയം എന്നെ പിടിച്ചു. ഭയം വല്ലാത്തൊരു ഭയമായിരുന്നു. ഞാൻ രാത്രി ഹോളിൽ പോയിരുന്നു. എൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഞാനിന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹം വന്ന് എൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നറിയാൻ പ്രാർത്ഥിച്ചു. ഒരു 3 മണി ആയപ്പോൾ ഈ കൂട്ടുകാരൻ പോയി. ഞാൻ വീണ്ടും ഇരുന്നു. വെളുപ്പിനെ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ, നേരം വെളുത്തില്ല. എൻ്റെ ഭാര്യ വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുറ്റത്തൊരാൾ നിൽക്കുന്നു, അച്ഛനെ കാണണമെന്ന് പറയുന്നു. അപ്പോൾ ആളെ കട്ടിച്ച് തിരിച്ചറിയാം. ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി നാക്കുമ്പ് കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ ചോദിച്ചു, എന്താ ഈ വെളുപ്പനെ? അല്ല, ഒന്ന് കാണാൻ വന്ന പാസ്റ്റർ വെളുപ്പനെ ആകുമ്പോൾ ഇവിടെ കാണും, എങ്ങും പോകുന്നതിന് മുമ്പ് വന്ന.
എന്തുകൊണ്ട് ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം എന്നാൽ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി പെരയ്ക്കകത്ത് കയറി ആ മനുഷ്യർ എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ ചോദിച്ചു എന്താ? വീണ്ടും ചോദിച്ചു പേടിച്ചോ? ഞാൻ പറഞ്ഞു സഹോദര പേടിച്ചു. എന്താ കാര്യം? 2 മണിയായപ്പം കർത്താവ് എന്നെ ഉണർത്തിയിട്ട് പറഞ്ഞു, റാന്നിയിലുള്ള പ്രിൻസ് പാസ്റ്റർ പേടിച്ചിരിക്കുന്നു, നീ ഇപ്പം ചെന്ന് പറയണം പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഉലകത്തിൽ ഒരു മനുഷ്യനറിയത്തില്ല, ഒരു കാര്യവും പറയാതെ അറിയുന്ന ഒരാൾ കർത്താവ്. ഇങ്ങനൊരു കർത്താവ് മനുഷ്യനായി. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെന്നരികിലായി പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യ അവകാശമല്ലേ. ഈ പാട്ടെൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട്. കാരണം കുറച്ചാക്കുമ്പോൾ ഒരു അമ്മച്ചി മരിച്ചു. ആ അമ്മച്ചി മരിക്കുമ്പോൾ അടക്കത്തിൻ്റെ തലേദിവസം ഞങ്ങൾ ആ വീട്ടിൽ പോയി. നാളെ രാവിലെ അടക്കാം. തലേദിവസം ആ വീട്ടിൽ ചെന്നിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കുറേ നേരം ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ലേറ്റ് നൈറ്റായി. അവർ മക്കളെല്ലാം ഉണ്ട്, എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ നേരത്ത് ഈ പാട്ട് പാടി. ചുമ്മാ എൻ്റെ മനസ്സിൽ ആ ലൈൻ വന്നുകൊണ്ട് ഞാൻ ആ ലൈൻ പാടി. അപ്പം മക്കൾ പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം കാണിക്കാം. അവരോടിപ്പോയിട്ടൊരു വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചു. മുടിയൊക്കെ ഇങ്ങനെ ക്രാപ്പ് ചെയ്ത് 10-90 വയസ്സുള്ള അമ്മച്ചി ചാരിയൊക്കെ ഇരുത്തിയിട്ട് മക്കൾ ചോദിച്ചു ലാസ്റ്റിൽ വല്ലതും പറയാനുണ്ടോ? ഉണ്ട്. എന്താ അമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? അവരത് റെക്കോർഡ് ചെയ്തു. പറയാനുള്ളത് ഒരു പാട്ടായിരുന്നു. ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. പിരിയാത്ത സ്നേഹിത, തീരാത്ത പ്രേമമേ, നീ എൻ്റെ നിത്യാവകാശമാ. ഇന്ന് രാത്രി കരങ്ങളെല്ലാം ഉയർത്തി അതിരങ്ങൾ തുറന്ന് ഇത്ര നല്ലൊരു രക്ഷകൻ. ആ കർത്താവ് മനുഷ്യനായി കേട്ടോ. എന്തിനാ ഈ മനുഷ്യനെ രക്ഷിക്കാൻ? ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാ സ്നേഹം നീ തന്നതാ, ഇത്ര നല്ല രക്ഷക യേശുവേ, ഇത്രമാ സ്നേഹം നീ തന്നതാ, എന്തു ഞാൻ നൽകിയിടും തുല്യമാ, ഏഴയെ നിൻ മുൻപിൽ എന്തു ഞാൻ നൽകിയിടും തുല്യമാ, ഏഴയെ നിൻ മുൻപിൽ വൻതിരാ പോലൊരു ക്ലേശം വന്നാലും മാറല്ലേ, ഇത്ര നല്ല രക്ഷകയേശുവേ, ഇത്ര സ്നേഹം നീ തന്നതാ, ഇത്ര നല്ല രക്ഷകയേശുവേ, ഇത്ര സ്നേഹം നീ തന്നതാ, ഓ എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയെ നിൻ മുൻപിൽ എന്തു ഞാൻ നൽകിടും തുല്യമായി, ഏഴയെ നിൻ മുൻപിൽ യാഗമായി. ഈ ദൈവം മനുഷ്യന് വേണ്ടി മനുഷ്യനായി മാറി. കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ മനുഷ്യനെല്ലാം അനുഭവിച്ച മനുഷ്യനെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളും അനുഭവിച്ച ഒരു മനുഷ്യൻ എന്താ അനുഭവിക്കാഞ്ഞത്? അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവ്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട കർത്താവ്. എന്താ അനുഭവിക്കാതെ പോയത്? ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സകല വേദനകളും അറിയാം. വിശപ്പറിയത്തില്ലേ? 40 ദിവസം ഉപവസിച്ചു. വയസ്സെത്ര വയസ്സിലാണ്? 30-ാമത്തെ വയസ്സിൽ 40 ഉപവസിച്ചു. ഞാൻ സാധാരണ പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ വിശപ്പുള്ളൊരു സമയം യൗവനത്തിലൊക്കെ
മനുഷ്യൻ കഴിക്കും. ഉയ്യോ കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും. ഞാൻ തീറ്റ മത്സരത്തിൽ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാസയോഗത്തിൻ്റെ എല്ലാം തലേദിവസം ഇങ്ങനെ മീനിൻ്റെ തലയും എല്ലും ഒക്കെ മത്സരമായിരുന്നു. കുന്നൊന്ന്, കുന്ന് 2, എത്ര എല്ല് എത്ര കൂടുതലുണ്ടെന്നുള്ള. ആലപ്പാടെന്നൊക്കെ പറയുന്നവരൊക്കെ ഇങ്ങനെ ഇരുന്നാൽ കുന്ന് 1, കുന്ന് 2, കുന്ന് 3. കഴിക്കുന്ന പ്രായം ഏതാ ആ ഒരു പ്രായത്തിലൊക്കെ കഴിക്കത്തുള്ളൂ. ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ കഴിക്കുമോ? ഇല്ല. ഈ പ്രായത്തിലൊക്കെ ഒത്തിരി കഴിക്കരുത്. കഴിച്ചാൽ പിന്നെ ആകെ പ്രശ്നമാണ്. എന്നാലും 40 ഇരുന്നു. 40 ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. ആദ്യമൊക്കെ പരവേശവും വിശപ്പൊക്കെ ഉണ്ടാകും. പിന്നെ ഒടുവിൽ വിശപ്പൊക്കെ ഇല്ലാതെ വരും. കുടലങ്ങ് ചുരുങ്ങും. പിന്നെ വെള്ളമൊക്കെ കുടിച്ചാൽ മതി. 40 കഴിഞ്ഞാൽ പിന്നെ കട്ടിഭക്ഷണം കഴിക്കരുതെന്നാണ്. വേവിച്ച കഞ്ഞി നല്ലപോലെ വെന്ത് ഇച്ചിരി കുടിക്കണം. കുടലിങ്ങനെ വികസിച്ച് വരണം. പക്ഷേ എനിക്കറിയാവുന്ന ആ മനുഷ്യൻ 40 ദിവസം ഉപവസിച്ചപ്പോൾ കഴിക്കാൻ വിശന്നപ്പം നാരങ്ങാനീര് കൊടുക്കാൻ നേതാവില്ല. തിരുവനന്തപുരത്തൊക്കെ കണ്ടിട്ടില്ലേ? സത്യാഗ്രഹം കഴിഞ്ഞാൽ നാരങ്ങാനീര് പിന്നെ എന്തൊക്കെയോ അതിൻ്റെ വീഡിയോ. ഈ മനുഷ്യന്, ദൈവം മനുഷ്യനായി തീർന്ന ഈ ഗുരുവിന് നാരങ്ങാനീര് കൊടുക്കാൻ ആരുമില്ല. പിശാചി വന്ന് പറഞ്ഞ് കല്ല് അപ്പം ഉണ്ടാക്കിക്കോളാം. വിശന്നവന്, ഉപവസിച്ചവന് കഞ്ഞി കുടിച്ചാൽ ദഹിക്കത്തില്ല. കല്ല് തിന്നാൽ ദഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇന്നും ഒരു ഗുണമുണ്ട്. വിശക്കുന്നവൻ്റെ വിശപ്പറിയാവുന്ന ഒരാളുണ്ട്. വിശന്നവർക്ക് അവൻ അപ്പമാകും. എന്തുകൊണ്ടാണ്? വിശപ്പറിയാം. ഞാൻ കേട്ട ഒരു സാക്ഷ്യം. ആ കുഞ്ഞിനെ ഞാൻ ഭോപ്പാലിൽ വെച്ച് കണ്ടു. അവിടെ ഒരു യോഗത്തിന് പോയപ്പം അപ്പോൾ അവിടുത്തെ പാസ് ഈ കുഞ്ഞിൻ്റെ സാക്ഷിയാന്ന് പറഞ്ഞു. എനിക്കറിയാം അവിടെ അപ്പനെ 4 മക്കളാ. എന്താ ഈ സപ്പോർട്ട്? കേന്ദ്രത്തിൽ നിന്ന് സപ്പോർട്ട് അയക്കും. ഇപ്പോഴും അയക്കുന്ന 1000. അപ്പോൾ പിന്നെ അന്ന് എന്തായിരിക്കും? ഇപ്പോഴും അയക്കുന്ന സപ്പോർട്ട് 1000 ഒരു മാസം. അതൊക്കെ മേടിച്ച് ഉപദേശിമാരെ കഴിയുക. സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തു. അതിൻ്റെ പേരിലോ എന്തോ ബഹള. 1000 രൂപ, 1500 രൂപ, 2000 രൂപ കൂടി എന്നാൽ വാടകയ്ക്ക് 5000 രൂപ. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് തുടത്തിലളന്ന് പാല് മേടിക്കും. അവിടെ തുടത്തിലാണ്. പണ്ട് ഇപ്പോഴാണ് കുപ്പിയിലൊക്കെ കവറിലൊക്കെ. പണ്ട് എന്തിനാ കൊടുക്കുക? 1 തുടം 2 തുടം. തുടത്തിലളന്ന് കണ്ടിട്ടുണ്ടോ? തുടത്തിലളന്ന് കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ട പാല് മേടിക്കും. മൂത്ത കൊച്ചു സ്കൂളിൽ പോയപ്പോൾ അമ്മയോട് ചോദിച്ചു പോലും 4 മണിക്ക് വരുമ്പം പാലൊഴിച്ചൊരു ചായ തരാമോ? അമ്മ പറഞ്ഞു തരാം. പക്ഷേ പാലുണ്ടോ? ഇല്ല. 4 അടുക്കാറായപ്പം ആരോ വന്ന് വാതുക്ക മുട്ടുന്നു. നോക്കിയപ്പം സൈക്കിളിൽ ഒരു പാൽക്കാരൻ. പാത്രം കൊടുത്തു, പാല് കൊടുത്തു. ദീദി ഓർത്തു, കൊച്ചമ്മ ഓർത്തു. പാസ്റ്റർ പറഞ്ഞു വിട്ടതാ. പാല് മേടിച്ച് വെച്ചു. പക്ഷേ പാസ്റ്റർ വന്നപ്പം ചോദിച്ചു, പാല് ഇടപാട് ചെയ്തായിരുന്നോ? ഇല്ല. ആരാ തന്നത്? പാൽക്കാരൻ. അവർ രണ്ടും കൂടെ ഇന്ന് മലയിൽ നിന്ന് ഗ്രാമത്തിൽ ആ പാലുകാരനെ തപ്പി കണ്ടിട്ടില്ല. പക്ഷേ വിശന്ന് വലഞ്ഞ കുഞ്ഞിൻ്റെ മുമ്പിൽ അപ്പമായിട്ട് വന്ന കർത്താവ് എന്തുകൊണ്ടാണ് വന്നത്? വിശപ്പറിയാവുന്ന ഒരാൾ. പ്രിയരെ, കാശിൻ്റെ ബുദ്ധിമുട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നാളെ കരമടയ്ക്കണ്ടേ? റിമൈൻഡറാ, നാളെ കരമടയ്ക്കണ്ടേ? എന്തു ചെയ്യും? നീ പോയിട്ട് ചൂണ്ടയിട്. പിടിക്കുന്ന മീനിൻ്റെ വായിൽ ചതുർദ്രഹ്മപ്പണം കാണും. എടുത്ത് നിൻ്റെയും എൻ്റെയും കൊടുക്കാൻ. അരക്കാശിന് മുതലില്ലാതെ തല ചായ്പാൻ ഇടമില്ലാതെ 33 കൊല്ലം ഭൂലോകത്തിൽ സഞ്ചരിച്ച ഒരു ഗുരു, മനുഷ്യൻ അനുഭവിച്ച സകല വേദനകളും പച്ചക്കറിഞ്ഞ ഒരു കർത്താവ്. ഈ കർത്താവ് ഇത്ര നല്ല രക്ഷകൻ. ദൈവം മനുഷ്യനായി മാറി. ആ ദൈവം മനുഷ്യനായി മാറി. മറക്കരുത്, ഒരു വീടെല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എല്ലാവരും വൈകിട്ട് വീടുകളിൽ പോകുമ്പോൾ ഒരു മലയിൽ കയറിപ്പോയ കർത്താവ് കണ്ടോ? അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33
കർത്താവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ തലയാഴ്ച അവർ പാടി ദാവീദ് പുത്രന് ഹോശന്ന, അവർ കുരുത്തോലയൊക്കെ പിടിച്ച് വാഴ്വുകൾ പാടി. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ അവർ പറഞ്ഞു, ഈ നിൽക്കുന്നവനെ ഞങ്ങൾക്ക് അറിയത്തില്ല, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ വേണ്ട, ഇവനെ വേണ്ട. ആരെ മതി? ബറബാസിനെ മതി. ഏതുപദേശിയുടെയും സ്വകാര്യ സങ്കടം എന്താണെന്നറിയാമോ? കഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് വേല തുടങ്ങും, ആൾക്കാർ വരും, കുടലുണങ്ങി ഉപവസിച്ച് സഭ വളരും, ഒരു സ്ഥലം മേടിക്കും, ഹോള് പണിയും, ഉദ്ഘാടനം കഴിയും. കുറച്ച് കഴിയുമ്പോൾ അവർ പറയും, ആരെ വേണ്ട? പാസ്റ്ററെ വേണ്ട. അതിനകത്ത് ഏറ്റവും പ്രമാണി എന്ന് പറഞ്ഞാൽ കേന്ദ്രം പറയും, പോക്കോളാൻ പറയും. കാരണം അവരും പറയും, പിണക്കിട്ട് എന്തോ ചെയ്യാനാ. ചിലർ കേസിന് നിൽക്കും, ചിലർ വഴക്കുണ്ടാക്കും. ഭൂരിപക്ഷം വരും പോവും. എന്തുകൊണ്ടാണ് പോകുന്നറിയാമോ? അന്ന് രാത്രി കർത്താവ് എന്ന് പറയും, എന്നോടും പറഞ്ഞു എന്നെ വേണ്ടാന്ന്. നീ സങ്കടപ്പെടരുത്, നിൻ്റെ കൂടെ ഞാനുണ്ട്, എനിക്ക് നിന്നെ വേണം. വേണ്ടാന്ന് പറയുന്ന എല്ലാവരുടെയും അടുക്ക് എനിക്ക് നിന്നെ വേണമെന്ന് പറയാൻ. ഓ, അരക്കാശിന് മുതലില്ല. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. യേശു കർത്താവ് ഇവിടെ നിൽപ്പുണ്ട്. ഓരോരുത്തരുടെ അടുക്ക് അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. കർത്താവേ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെല്ലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെല്ലോ രൂപം വേറെ. ഇടിമുഴക്കം പോലെ ഈ സന്ദേശം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സാഹചര്യമുണ്ട്. കർത്താവ് ഹോശന്നായിക്ക് വേണ്ടി പോവുകയാണ്. സിയോൻ പുത്രിയോട്, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി എന്തിൻ്റെ മുകളിൽ വരുന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് വാഹനമേറി വരിക. ദൂതൊക്കെ ഇങ്ങനെ പ്രകാശിക്കുന്ന ഓരോ സാഹചര്യത്തിലാണ്. ഒരു വീട്ടിൽ ഇരിക്കുക, അവിടെ സന്ധ്യാപ്രാർത്ഥനയാണ്. ഞാനും അവിടെ ചെന്ന് ഞാനാ സെറ്റ് ചെയ്തിരിക്കുക. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ടൊരു കുഞ്ഞു പ്രാർത്ഥിക്കുന്നു. കിടുങ്ങിപ്പോയി, മുട്ടുകുത്തി കരഞ്ഞ്, കളിയല്ല, സീരിയസ് കരയുന്നുണ്ട്. കർത്താവേ, സ്കൂളിൽ പോയി ആ ടീച്ചർ ഒത്തിരി പഠിപ്പിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ ടീച്ചർ എന്നെ അടിച്ചു, എനിക്ക് വല്ലാതെ നൊന്തു. കർത്താപ്പച്ച, ഒന്നീ ബുദ്ധിത, അല്ല ടീച്ചറെ മാറ്റ, എന്തെങ്കിലും ഒന്ന് ചെയ്യും. ഒന്നീ ബുദ്ധിത, അല്ല ടീച്ചറെ മാറ്റ. ആ കരച്ചിൽ കേട്ടപ്പം അമ്മ കരയുന്നു. അവനറിയില്ല. പെട്ടെന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ എന്തിനാ കഴുതക്കുട്ടിയുടെ പുറത്ത് വന്നെന്നറിയാമോ? കുതിരയുടെ പുറത്ത് വന്ന സ്പീഡാ. ഇന്നെല്ലാവരും സ്പീഡാ. സ്പീഡിൻ്റെ ലോകത്ത് പെട്ടെന്ന് ഫാസ്റ്റാ ലോകം. പക്ഷേ ഈ കുട്ടി സ്ലോയാ. ഒത്തിരി മക്കൾ ഇന്ന് സ്ലോയാ. ഈ സ്ലോയായിട്ടുള്ള മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി അമ്മമാരുണ്ട്. എന്താകും എൻ്റെ കുട്ടിയുടെ ഭാവി? ആ സ്ലോയായിട്ടുള്ളവനോടും ചേർന്ന് കിടക്കാൻ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ, ഭോഷത്വമായി തെരഞ്ഞെടുക്കാൻ ഈ കർത്താവിന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വശം സ്ട്രോക്കായാൽ പോയാ പിന്നെ എങ്ങനെ ഓടും? പെതുക്കെ നടക്കുന്നവൻ ഭാരമാണ്. പക്ഷെ അവൻ്റെ കൂടിങ്ങനെ കഴുതക്കുട്ടിയുടെ പുറത്ത് കർത്താവേ നിൻ രൂപം
സ്ഥലം വഴിയും ബലം ശയ്യാഗ്രഹം ഉൾക്കൂടാക്കി ജന്മസ്ഥലം വഴിയും ബലം ശയ്യാഗ്രഹം ഉൾക്കൂടാക്കി വഴിയാധാര ജീവിയായി ഭൂലോകത്തെ സന്ദർശിച്ചു വഴിയാധാര ജീവിയായി ഭൂലോകത്തെ സന്ദർശിച്ചു. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യനെ അറിയാവുന്ന മനുഷ്യൻ്റെ സകല വേദനകളും അറിയാം. മനുഷ്യൻ്റെ സകല രാത്രി കർത്താവിനോട് ചിലരുടെ സങ്കടങ്ങളെ അറിയുവാൻ പുറത്തു പറയാത്ത വേദനകൾ അറിയാം. വേണ്ടാന്ന് പറയുന്നവരാണ് ഇതുപോലെ അറിയുന്ന. ഹന്ന സംസാരിച്ചില്ല, ശബ്ദം കേൾപ്പിച്ചില്ല, അവൾ അവളുടെ ഹൃദയം പകർന്നു. ഇരുകരങ്ങളെ ഉയർത്താവുന്നവർ വിളിച്ച് സകല വേദനകളും ഭാരങ്ങളും എല്ലാം ഏകദിന കൺവെൻഷൻ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ നിങ്ങളായിരിക്കുന്ന ഇതാ സകല മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനായി കൊല്ലം ശയ്യാഗ്രഹം ഉൾക്കൂടാക്കി ജന്മസ്ഥലം വഴിയും ബലം ശയ്യാഗ്രഹം ഉൾക്കൂടാക്കി വഴിയാധാര ജീവിയായി ഭൂലോകത്തെ സന്ദർശിച്ചു വഴിയാധാര ജീവിയായി ഭൂലോകത്തെ സന്ദർശിച്ചു. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം. കർത്താവേ നിൻ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ. കർത്താവേ നിൻ രൂപം എല്ലായ്പ്പോഴും സന്തോഷമേ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലോ രൂപം വേറെ. സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലോ രൂപം സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാ
കർത്താവ് മരിച്ചു, താൻ ശിക്ഷയേറ്റു. ആ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഞാനൊരു പാപിയാണ്, അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി. എന്തിന്? അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് മനുഷ്യന് വിശുദ്ധീകരണം സാധ്യമല്ല. നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒക്കത്തില്ല. നമുക്ക് സാധിക്കാത്തത് ചെയ്തെടുപ്പാൻ കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. ഒരുവനാൽ എല്ലാവരും പാപികളായെങ്കിൽ ഒരുവൻ്റെ അനുസരണത്താൽ എല്ലാവർക്കും നീതീകരണം വരേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി ശിക്ഷയേറ്റു. ഈ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നതിൻ്റെ പേരാ മാനസാന്തരം. ദൈവമേ, ഞാനൊരു പാപിയാ. വ്യക്തിപരമായി യേശുവിന് ഹൃദയം കൊടുക്കുക. കർത്താവിന് ഹൃദയം കൊടുത്താൽ കർത്താവ് പറയുന്ന വചനം പറയുന്നു, ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് എന്ത് ചെയ്യുക? മുട്ടുകയാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് തിരഞ്ഞെടുക്കാൻ. ഈ രാത്രി ആ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ അവിടെ കർത്താവ് വരും. കർത്താവ് ഹൃദയത്തിലായാൽ നാം കർത്താവിലാകും. പിന്നെ നമ്മുടെ വിശുദ്ധിയല്ല, അവിടുത്തെ പുത്രൻ്റെ കണ്ണിൽ കൂടെ നമ്മൾ കാണുക. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. രക്ഷിക്കപ്പെടുക, യേശുവിൻ്റെ രക്തത്താൽ കഴുകുക. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വ്യക്തിപരമായി ഞാനൊരു പാപിയാണ്. കർത്താവേ, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്. അവിടുത്തെ രക്തം എനിക്ക് വേണ്ടിയാണ് ഊറ്റിയത്. എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ഹൃദയം ദൈവത്തിന് കൊടുത്ത ആ ഒരു ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരാ. അതില്ലെങ്കിൽ ഇതാകുന്ന രക്ഷാ ദിവസം, ഇതാകുന്ന സുപ്രസാദകാലം. വ്യക്തിപരമാണ് രക്ഷ. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് യൂണീക്കായിട്ട്. എനിക്ക് യേശുവിനെ വേണം. ഈ രാത്രി യേശു ഇല്ലാതെ പോകരുത്. എല്ലാം ഉണ്ടെങ്കിലും യേശു ഇല്ലാതെ പോയാൽ ഇവിടെ ധനം കാണും, പ്രൗഢി കാണും. സുഹൃത്തെ, യേശു ഇല്ലാതെ പോയാൽ കൂട്ടുകാരൻ മരിക്കുമ്പോൾ 150 ബൈക്കിലൊക്കെയാണ് വരിക. എല്ലാവിടെ നെഞ്ചത്ത് ഒരു പോസ്റ്റർ കാണും, ഒരു ബാഡ്ജ് കാണും. കൂട്ടുകാരൻ്റെ വിട, കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി, അതോടുകൂടി തീരും. എന്നാൽ യേശുവുമായിട്ടൊരു ബന്ധം ഉണ്ടായാൽ ആ ബന്ധം മരണം കൊണ്ട് തീരത്തില്ല. ഇവിടെ മരിച്ചാൽ അവിടെ തുടക്കം. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെ. ആ ബന്ധം പിരിച്ചത് ഒറ്റ കാര്യം, പാപം. പലപ്പോഴും നമ്മുടെ ബന്ധത്തെ പിരിക്കുന്നത് പാപമാണ്. അത് കൂട്ടുകാരുടെ രൂപത്തിലായിരിക്കാം, ലഹരിയുടെ രൂപത്തിലായിരിക്കാം, രഹസ്യ ഫോൺ കോളുകളുടെ രൂപത്തിലായിരിക്കാം. എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ പിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിട്ടുകളഞ്ഞാൽ ആ ബന്ധം ദൃഢമാകും. പ്രിയരെ, ഇവിടുത്തെ സകല ബന്ധങ്ങളും മരണം കൊണ്ട് പിരിയും. എന്നാൽ മരണം കൊണ്ട് പിരിയാത്ത ഒറ്റ ബന്ധമേ ഉള്ളൂ, അത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മൾ ഈ ഭൂമിയിലെ കൊച്ചായുസാണ് നാളെ നമ്മുടെ നിത്യത തീരുമാനിക്കുന്നത്. കൊച്ചായുസിൽ യേശുവുമായി ജീവമായ ബന്ധം, വ്യക്തിപരമായ ഒരു ബന്ധം. I just ask you one question. How is your personal relationship with Christ? കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ്? കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം. How is your relationship with Jesus? എനിക്കങ്ങനെ ആഴമായൊരു ബന്ധം. എന്നും യേശുവിനോട് സംസാരിക്കാനൊക്കെ, യേശു കർത്താവിനോട് വർത്തമാനം പറയാനൊക്കെ, യേശുവിനോട് സംസാരിച്ചുകൊണ്ട് നടന്നാൽ യേശു നമ്മളോട് സംസാരിക്കും. ഈ കർത്താവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം, അതിൻ്റെ പേരാ മാനസാന്തരം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടിട്ട് സ്നാനമേൽക്കണം. 2, എന്തിനാണ് സ്നാനം? ദൈവം മരിക്കുമോ എന്നാണ് പലരും ചോദിക്കുക. സത്യമാണ്, ദൈവം മരിക്കൂ. മരിക്കുന്ന ഒരാൾ. കാരണം പള്ളിയിലൊക്കെ പോകുന്നവർക്കറിയാം ആരുമായിട്ട്, ദൈവവുമായിട്ട്. ഒരു നിമിഷം പിതാവാൻ ദൈവം പുത്രനുമായിട്ടുള്ള ബന്ധം കളഞ്ഞു. എലോഹി ലമ്മ ശബക്താനി. എന്തിനാ? പാപം വിച്ഛേദിച്ച മനുഷ്യൻ്റെ ബന്ധം പുനരാവലംബിക്കുവാൻ, പുനഃസ്ഥാപിക്കുവാൻ. പിതാവ് പുത്രനെ കൈവിട്ടപ്പോൾ സ്വന്തം തോളി തലചായ്ച്ച പുത്രൻ മരിച്ചു.
യേശു മരിച്ചു, അടക്കപ്പെട്ടു. യേശു മരിച്ചത് നമ്മുടെ മരണം മാറ്റാനാണ്. ഈ യേശുവായിട്ടുള്ള മരണം, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന്, ആ മരണം എൻ്റെ മരണമാക്കാൻ ദൈവം വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥിതിയാണ് സ്നാനം. റോമർ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അങ്ങനെ സ്നാനത്തിൽ നിങ്ങൾ അവൻ്റെ മരണത്തോട് ഐക്യമെത്തിപ്പെടുന്നു, മരണത്തോട് ഏകീഭവിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എന്താക്കണം? ശിഷ്യരാക്കണം. ക്രൈസ്തവ ഇതര പശ്ചാത്തലത്തിൽപ്പെട്ട എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു പെൺകുട്ടി ഈ എളിയദാസിനെ തപ്പി വന്നു. കോവിഡിൻ്റെ ആ ഒരു പീക്ക് ടൈം കഴിഞ്ഞ് അത്യാവശ്യം യാത്രകൾ തുടങ്ങിയ സമയത്ത് ആ മകൾ എൻ്റെ അടുക്ക വന്നു. കണ്ടാൽ അറിയാം ചെറുപ്പമാണ്, എന്നാൽ പ്രായപൂർത്തിയായൊരു പെൺകുട്ടി. അവിടെ ആവശ്യം സ്നാനപ്പെടണം. എനിക്ക് വല്ലാത്തൊരു ഭയം എന്നെ ഭരിച്ചു. കാരണം ചതിയാണോ വഞ്ചനയാണോ? ഏതായാലും ഞാൻ എൻ്റെ ഭാര്യയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം ഞാൻ അവൾ ചോദിച്ചു, ശരിക്കും സീരിയസ് ആയിട്ട് വന്നതാണെങ്കിൽ എന്തോ ചെയ്യും? വന്നതാണെങ്കിലോ ഒട്ടും പാവമല്ലേ? നിരാശപ്പെടുത്തി. ഏതായാലും റിസ്ക് എടുക്കണം. സുവിശേഷ വേല എന്ന് പറയുന്നത് റിസ്ക് അല്ലേ? റിസ്ക് എടുക്കാത്ത ഒരാൾക്കും കർത്താവിൻ്റെ വേല ചെയ്യാനൊക്കത്തില്ല. ഞാൻ ആ കുട്ടിക്ക് സ്നാനം കൊടുത്തു. അവിടെ കൈ വേറെ ഡ്രസ്സില്ല. അവിടെ ഡ്രസ്സ് അഴിച്ചു വെച്ചിട്ട് എൻ്റെ ഭാര്യ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആ കുട്ടി വെള്ളത്തിൽ ഇറങ്ങി. സ്നാനപ്പെട്ടത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മരണപര്യന്തം വിശ്വസ്തയായിരിക്കും, കർത്താവ് നിനക്ക് എന്ത് തരും? നമ്മളതിങ്ങനെ കാണാൻ പഠിച്ചേക്കുന്ന സാധനങ്ങളാ, വാക്യങ്ങളാ. പക്ഷേ തിരിച്ചൊരു മറുപടി, ഒരു കരച്ചിലായിരുന്നു. 20 മിനിറ്റോളം പെൺകുട്ടി വെള്ളത്തിൽ നിന്ന് കരഞ്ഞു. കയറിപ്പോയപ്പോൾ ഒന്ന് പറഞ്ഞു, ഞാൻ വിളിക്കില്ല, ഒരിക്കലും വിളിച്ചില്ലെങ്കിൽ മേളി വെച്ച് കാണും. ഞാൻ ആ കുട്ടിയെ പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ് ആ ദിവസം ഞാൻ അവിടെ കാണും. തീഷ്ണമായിരുന്ന മുഖം എവിടെയോ അവൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ മറ്റൊരു മതത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും അവൾ യേശുവിനോടൊപ്പം. പക്ഷേ എനിക്കറിയാവുന്ന മറ്റൊരു സംഭവമുണ്ട്. ഒരു പെൺകുട്ടി രക്ഷിക്കപ്പെട്ടു, കൃപാവരങ്ങളുണ്ടായി. അവൾ സ്നാനപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പോൾ സ്നാനപ്പെടണ്ട. സ്നാനപ്പെട്ടാൽ ചിലപ്പം ചെറുക്കനെ എവിടുന്ന് കിട്ടും. ഇപ്പോൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ പള്ളിയിൽ നല്ല കല്യാണം വന്നാൽ അന്നേരം സ്നാനപ്പെടുത്തും, അല്ല പെന്തക്കോസ്തിയിൽ നല്ല കല്യാണം വന്നാൽ അപ്പം അന്ന് മുക്കി അങ്ങ് സ്നാനപ്പെടുത്തും. ഏതായാലും ഇപ്പം എന്തോ ചെയ്യണ്ട, കല്യാണത്തിന് വേണ്ടി സ്നാനം വിലക്കിയ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ കല്യാണം കാണേണ്ടി വന്നില്ല. പ്രായപൂർത്തി എത്തിയിട്ടും കുഞ്ഞിൻ്റെ കല്യാണം കാണാതെ അമ്മ മരിച്ചു. അമ്മ മരിച്ച ഉടനെ കല്യാണം നടന്നു. കല്യാണത്തിന് വേണ്ടി സ്നാനം വിലക്കിയ അമ്മയ്ക്ക് എന്ത് കാണാൻ ഒത്തില്ല? സ്നാനം കാണാൻ ഒത്തില്ല. എന്നാൽ കാവുംപ്ര RCC മാത്യു സാർ ആറ്റിന്നോട് ചോദിക്കുന്നു, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് തടസ്സം? കയ്യിൽ മാറാൻ തുണിയില്ലാഞ്ഞിട്ടും എൻ്റെ അമ്മ ചാടിയിറങ്ങി. നഷ്ടമൊന്നും ഉണ്ടായില്ല. ആയിരക്കണക്കിന് പേരുടെ സ്നാനം കണ്ടിട്ട് പോയത്. ഈ രാത്രി ചോദിക്കുക, സ്നാനപ്പെട്ടിട്ടുണ്ടോ? യേശുവിനോട് ചേരുമോ? സ്നാനപ്പെടാൻ നമുക്ക് അഡൽട്ട് ബാപ്റ്റിസം ഇല്ല, ചൈൽഡ് ബാപ്റ്റിസവും ഇല്ല, ശിശുസ്നാനവും ശരിയല്ല, മുതിർന്ന സ്നാനവും ശരിയല്ല. തെറ്റിദ്ധരിക്കേണ്ട, ഒറ്റ സ്നാനമേ ഉള്ളൂ, വിശ്വസിക്കാനുള്ള സ്നാനം, വിശ്വാസ സ്നാനം. വിശ്വസിക്കുകയും പ്രായം, വിശ്വസിക്കാനുള്ള പ്രായം. എന്ത് വിശ്വസിക്കാൻ? എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാൻ. ഇന്ന് രാത്രി ചോദിക്കുക, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ എന്നുള്ളത് നമ്മുടെ ഉള്ളതല്ല. അങ്ങനെ ICU കിടന്നുകൊണ്ട് എന്നോട് പറഞ്ഞവരുണ്ട്, പാസ്റ്ററെ സ്നാനപ്പെടണം. ഒത്തില്ല, അവസരങ്ങൾ ആരെയും കാത്തിരിക്കത്തില്ല. എന്നാൽ യേശുവിനോട് ചേരുക ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കർത്താവിൻ്റെ മരണത്തിൽ പങ്കുകാരാകുക. ഇന്ന് രാത്രി ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ കർത്താവ് വരാൻ താമസിച്ചാൽ എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. സഭയോട് ചേരാനല്ല സ്നാനം, യേശുവിനോട് ചേരാനാണ്. സ്നാനത്തിൽ നാം കർത്താവിനെ ധരിക്കുക, ക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കുചേരുക. എന്തുകൊണ്ടാണ് ഈ സ്നാനത്തിൽ ഇത്ര പ്രശ്നം? നമുക്കറിയാം, ഇന്ന് UP-യിലൊക്കെ പിടിച്ച് ജയിലിലിടുക. ഒരു പാസ്റ്ററെ 5 വർഷത്തിന് തടവിന് ശിക്ഷിച്ചു. എന്താ? സ്നാനമാണ്, മതപരിവർത്തനം. എന്തിനാ ഈ സ്നാനപ്പെടുന്നിടത്ത് പ്രശ്നം? യോഗത്തിന് പോയാൽ പ്രശ്നമില്ല. ഞങ്ങളുടെ റാന്നിയിലോ ഞാൻ ഒരു കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഏതോ ഒരു അമ്മച്ചി സ്നാനപ്പെട്ട് വന്നപ്പം അച്ഛൻ എടുത്തിട്ട് അടിച്ചു. അപ്പോൾ അമ്മച്ചി കയ്യെ കാലെ പിടിച്ച് അച്ഛാൻ്റെ പറഞ്ഞു, അച്ഛനാണ് സത്യം, അച്ഛനാണ് സത്യം, സത്യം സത്യം സത്യം, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, സ്നാനപ്പെടുത്തില്ല. അച്ഛന് സന്തോഷമായി.
സമ്മതിച്ചല്ലോ. ഇത് ഞാൻ പ്രസംഗിച്ചപ്പോൾ അടുത്തിരുന്നൊരു പ്രായമുള്ള ഒരാൾ കൈ പൊക്കി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലായിരുന്നു. നടന്ന കാര്യമാണ്. രാത്രി സ്നാനപ്പെട്ടിട്ടില്ല. എന്നാൽ എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ ഒരു സുവിശേഷകൻ. കൈവക്കോ ഇരിക്കുമോ നിങ്ങളുടെ കാര്യം. പക്ഷെ ഞാൻ ചോദിക്കുക, ഇന്ന് വരെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. എന്നാൽ കർത്താവ് വരാൻ താമസിച്ചാൽ എനിക്കതിന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കരങ്ങളെ ഉയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നാനപ്പെടാനുള്ള പ്രായം എന്താണ് പറഞ്ഞു? സ്നാനപ്പെടാനുള്ള പ്രായം, വിശ്വസിക്കാനുള്ള പ്രായം. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാൽ പ്രാർത്ഥിക്കാം. ആരെങ്കിലും സ്നാനപ്പെടാൻ, എന്നാൽ പരസ്യമായി കൈ ഉയർത്താൻ താല്പര്യമില്ലെങ്കിലും മനസ്സിൽ പ്രാർത്ഥിക്കുക, എനിക്കതിന് ആഗ്രഹമുണ്ട്. അവസരം കിട്ടാതെ എന്നെ ഭൂമിയിൽ നിന്ന് എടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ മരണത്തോട് ചേരുക. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മ സ്നാനം യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി നാം വായിക്കുന്നു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. എന്ത്? ആത്മാവിനാൽ ജഡത്തെ ജയിക്കണം. നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ, എന്നിൽ വസിക്കുന്ന നിങ്ങളുടെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വേഗത്തിൽ പറയട്ടെ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപാട് ആചരിക്കണം. മനുഷ്യൻ ലോകത്തിൻ്റെ പുറകെ പോകുകയാണ്. ലോകത്തിൻ്റെ കൾച്ചർ, ലോകത്തിൻ്റെ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ഈ ലോകത്തിലേക്ക് മാത്രം ചിന്തിക്കുന്നു. അവിടുന്ന് ഒരു വേർപാട് പാലിക്കണം. സ്നാനപ്പെട്ടവർ വേർപാട് പാലിച്ചേ പറ്റും. വളരെ ഗൗരവമായിട്ട് പറയട്ടെ, എല്ലാം കൂടിയുള്ള യാത്രയല്ല ക്രിസ്തീയ ജീവിതം. കൃത്യമായി വേണം. ഞാനതിന് സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, പലയിടത്തും പറയാറുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട ഒരു പൈതലിൻ്റെ വേർപാട് പാലിച്ചേ ഒക്കത്തുള്ളൂ. അവൻ ലോകത്തോടു കൂടി നടക്കാനൊക്കെയില്ല. ഒക്കെയില്ല. രണ്ട് ഉദാഹരണം ഞാൻ സാധാരണ പറയാറുണ്ട്. ഒന്ന്, എൻ്റെ ഒരു സുഹൃത്ത് പഠിപ്പിച്ചതാണ്. സുഹൃത്ത് നല്ലപോലെ വെള്ളമടിച്ചാൽ വിളിക്കുന്ന എന്നെ അളിയാന്നാണ്. അത് ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വർഷങ്ങളായിട്ട് പറയുക. അദ്ദേഹം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. അളിയൻ എന്നെ വിളിച്ചൊരു ദിവസം നെഞ്ചോട് ചോദിച്ചു, അളിയൻ എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി ദൂരം നിൽക്കുക. എന്നാ കാര്യം? അത്യാവശ്യമായിട്ട് ഇട്ടിപ്പാറ വരണം, ഞങ്ങളുടെ ചവണ ഇട്ടിപ്പാറ വരണം. ഞാൻ പറഞ്ഞു, ഒക്കത്തില്ല. എന്നാ കാര്യം? അളിയ ഇപ്പം ഇട്ടിപ്പാറയ്ക്ക് വരണം. എന്നാ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ വരുന്ന ഇന്നാര് ബിവറേജ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽപ്പുണ്ട് കുപ്പി മേടിക്കാനാണ്. സഭയിൽ വരുന്ന എനിക്കറിയാം, നമ്മുടെ പലപ്പോഴും ഒക്കെ എന്തൊക്കെയൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ആണോ? എനിക്കും കരീപ്പായി. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഒന്നുമില്ല, അവൻ കാണട്ടെ എന്നെ, പിന്നെ വരാതിരിക്കുമല്ലോ, അങ്ങ് പൊക്കോളൂല്ല വഴി. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം വരാം. അളിയനെ വിടാം. പുള്ളി പറയാം, ആ ക്യൂവിൽ ഞാൻ അവൻ്റെ പുറകിൽ നിൽപ്പുണ്ട്. എവിടെ നിൽപ്പുണ്ട്? പുറകെ നിൽപ്പുണ്ട്. അളിയൻ പഠിപ്പിച്ചൊരു കാര്യം, എനിക്കിവിടെ നിൽക്കാം, നീ ഇവിടെ നിൽക്കരുത്. നീ എന്ത് പാലിക്കേണ്ടവനാ? വേർപാട് പാലിക്കേണ്ടവനാ. രണ്ടാമത്തെ ഒരു കാര്യം മഞ്ഞളി അച്ഛൻ പഠിപ്പിച്ചതാ. കരിസ്മാറ്റിക് ടീച്ചറാണ് മഞ്ഞളി അച്ഛൻ. കേട്ടിട്ടുണ്ടോ? അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് കേട്ടതാ. അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറയുക, അച്ഛൻ കൊച്ചച്ഛനായിരുന്നപ്പം ഒരു ദിവസം മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയി. എറണാകുളത്ത് അറിയാം, കൊച്ചി മറൈൻ ഡ്രൈവ്. അവിടെ ഇങ്ങനെ സന്ധ്യയ്ക്ക് പിള്ളേരൊക്കെ വന്നിരിക്കും. കിളികളാ, അച്ഛൻ്റെ വാക്കുകളാ. ആങ്കിളി പെങ്കിളി ഇങ്ങനെ നിരന്നിരിക്കുക കുറേ കിളികൾ. അതിനിടയ്ക്കൂടി ഇങ്ങനെ അച്ഛൻ നടന്നപ്പം ഒരു കൊച്ചു കുട്ടൻ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അച്ഛൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അച്ഛൻ അങ്ങ് കാലിപ്പായി. അച്ഛൻ പിന്നെ നടത്തു നിർത്തി അങ്ങ് പോയി. പള്ളി അരമന ചെന്നിങ്ങനെ ബിഷപ്പ് ഹൗസിലാണ് എല്ലാവരും കൂടി ഇരിക്കുക. അപ്പം തിരുമേനി തൊട്ടിങ്ങനെ ഇരിക്കുക. വല്യച്ഛനും ഉണ്ട്. അപ്പോൾ വല്യച്ഛൻ്റെ അടുത്തിരുന്നുകൊണ്ട് കഞ്ഞി കുടിക്കുന്നുണ്ടൊക്കെ പറഞ്ഞ്, വല്യച്ഛ പ്രായമുള്ളൊരു അച്ഛനാ, അച്ഛോ ഇന്ന് ഞാൻ മറൈൻ ഡ്രൈവിൽ നടക്കാൻ പോയി. എന്നിട്ട് എനിക്കിപ്പോഴും എൻ്റെ അരിശം മാറിയിട്ട് വേണം ഒരു പെട കൊടുക്കാൻ എൻ്റെ കാലിപ്പ്. എന്താടോ? അവിടെ നടന്നപ്പോൾ ഒരു മുട്ടയെന്ന് വിരിയാത്ത ചെറുക്കൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ അച്ഛോ കൂയിന്ന് വിളിച്ചു. അവനീ പോന്നു. അപ്പോൾ ഈ വല്യച്ഛൻ കഞ്ഞി കുടിച്ച് നിർത്തിട്ട് ചോദിച്ചു, മഞ്ഞളിയെ, എടോ മഞ്ഞളിയെ, എന്തോ വെച്ചാ താനെന്തിനാ ഈ മറൈൻ ഡ്രൈവിൽ പോയി? അത് കാറ്റ് കൊള്ളാൻ പോയാ. വെളിച്ചം പറഞ്ഞു, മഞ്ഞളിയെ, എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനൊക്കത്തില്ല. തിരുവനന്തപുരംകാരെ, എല്ലാ കാറ്റും കൊള്ളാനൊക്കോ? ഇല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, സ്നാനപ്പെട്ടവനാ. എന്താ ആചരിച്ചിരിക്കണം? വേർപാട്. ഇന്ന് വേർപാട് പ്രസംഗിക്കാൻ മനുഷ്യന് പേടിയാ.
പക്ഷേ എൻ്റെ ഒരു സുഹൃത്തും ജ്യേഷ്ഠനുമായ റോയി പാസ്റ്റർ എന്നോട് ഈ അടുത്തിടയ്ക്ക് എന്നും രാവിലെ ഒന്ന് പറയും, എൻ്റെ പ്രസംഗമൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ വേർപാട് പ്രസംഗിച്ചില്ലെങ്കിൽ നിത്യതയെ കണക്ക് കൊടുക്കേണ്ടി വരും. രക്ഷിക്കപ്പെട്ടവൻ എന്താ ആചരിക്കണം? വേർപാട്. എല്ലാവരും പറഞ്ഞേ, എന്താ ആചരിക്കണം? വേർപാട്. മൂന്നാമത്തെ കാര്യം 4 കൂട്ടായ്മ ആചരിക്കണം. കൂട്ടായ്മ ചെറിയ കാര്യമല്ല, കൂട്ടായ്മ. പെന്തക്കോസ്ത് ദൈവമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞായറാഴ്ച എന്തിനു പോത്തില്ല? ഞായറാഴ്ച കല്യാണത്തിന് പോകാത്ത പെന്തക്കോസ്തുകാരെ കണ്ടിട്ടുള്ളവരെന്ന് കൈപൊക്കാം. എന്ന് കാണത്തില്ല. ഞായറാഴ്ച കല്യാണത്തിന് പോകാത്ത പെന്തക്കോസ്തുകാരെ കണ്ടിട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാം. ഇല്ല, ആരുമില്ലേ? തിരുവനന്തപുരത്ത് ഉപദേശിമാരില്ലേ? ഉണ്ടല്ലോ, ഉണ്ടോ? ഒന്ന് കൈപൊക്കുന്നത് സന്തോഷമല്ലേ? പിള്ളേരൊക്കെ ഒന്ന് കാണും. ഞായറാഴ്ച എന്തിനു പോത്തില്ല? കല്യാണത്തിന്. എൻ്റെ അമ്മയ്ക്ക് 7 സഹോദരിമാരായിരുന്നു. പലത് അമ്മ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പലരുടെയും കല്യാണവും എല്ലാം ഒറ്റ എണ്ണത്തിന് പോയിട്ടില്ല. പിടപ്പുണ്ടായിട്ടല്ല, ശനിയാഴ്ച പോകും, ചെയ്യേണ്ടതെല്ലാം ചെയ്യും, കാണും. പക്ഷെ ഞായറാഴ്ച പോത്തില്ല. കാരണം കല്യാണത്തെക്കാട്ടും വലുതെന്തായിരുന്നു? വിവാഹം. കർത്താവിൻ്റെ കൂട്ടായ്മയാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആശുപത്രി അഡ്മിറ്റ് ആയിരിക്കുമ്പോഴും ഡോക്ടറുടെ കയ്യെക്കാലെ പിടിച്ച് കാലിലൊക്കെ ഇട്ട് അതേ പടുതി വന്ന് യോഗത്തിലിരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന കൂട്ടായ്മ മുടക്കാനുള്ള സങ്കടം. ഇന്ന് ഏത് കാരണം ചൊല്ലി വെറുതെ കൂട്ടായ്മ മുടക്കുന്നവരെ കൂട്ടായ്മ ആചരിക്കണം. അപ്പം മുറുക്കണം. എന്ത് കഴിക്കണം? പ്രാർത്ഥന. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവുമായിട്ടൊരു അഗാധമായ ബന്ധം. അവന്റെ മരണത്തോട് അനുഭവപ്പെടുന്ന സ്നാനം. നാളെ കേട്ടില്ലെന്ന് പറയരുതെന്നാണ് ഡാർവിനങ്ങൾ പറഞ്ഞത്. കേട്ടില്ലെന്നാരും പറയാനിടയാകരുത്. എല്ലാ കണ്ണുകളോടെ ചേർന്ന് വിഷു പ്രാർത്ഥിച്ചു. ആഴമായ ഒരു ബന്ധം ഈ കർത്താവുമായിട്ട്. കർത്താവിന്റെ മരണത്തിൽ പങ്കുചേരുക. വക്രതവും കോട്ടയുള്ള തലമുറയിൽ വേർപാട്. എല്ലാവരെയും കൊണ്ടുവരാനല്ല യേശു വരിക. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം. വസ്ത്രത്തിൽ കറ പറ്റരുത്. ഉടുപ്പ് മല്ലമാകാത്ത കുറെ പേര് സർദീസിൽ എനിക്കുണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടൊപ്പം നടക്കും. കർത്താവ് വരാനായി. ഒന്നുകൂടെ പറയട്ടെ, രക്ഷിക്കപ്പെടണം. വ്യക്തിപരമായ ബന്ധം കർത്താവുമായിട്ട്. ഹൃദയം യേശുവിന് കൊടുത്ത് യേശുവിൻ്റെ പൈതലായി മാറിയെന്നുള്ളൊരു ബോധ്യം. ആ ബോധ്യമില്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കിടക്കുന്നതിന് മുമ്പ് കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം. സ്നാനം കർത്താവിൻ്റെ മരണത്തോട് പങ്കുചേരാൻ, സഭയോട് ചേരാനല്ല. സഭയുടെ അംഗങ്ങളല്ലാതെ സ്നാനപ്പെട്ട എത്രയോ പേരെ എനിക്കറിയാം. വ്യക്തിപരമായ തീരുമാനം. 3, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എഫെസോസിൽ വെച്ച് പൗലോസ് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് പരിശുദ്ധാത്മാവ് ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ സ്നാനം പിന്നെന്താ? കാരണം കുറഞ്ഞ പക്ഷം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച പരിശുദ്ധാത്മാവെന്ന് കേൾക്കത്തില്ലേ? അവർ പറഞ്ഞാൽ ഞങ്ങളുടെ സ്നാനം യോഹന്നാന്റെ സ്നാനം. പൗലോസ് അവിടെ പോയി കൈവച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? മന്ത്രവാദ പുസ്തകങ്ങൾ ചുട്ടരിയിച്ചു. അവിടെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. 4, വേർപാട്. 5, കൂട്ടായ്മ. 6, അപ്പം നിറക്കണം. എന്നെ തിന്നുന്നവർ എന്മൂലം ജീവിക്കും. 7, പ്രാർത്ഥിക്കണം. കണ്ണുകളെല്ലാം അടച്ച് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചു. യേശുവുമായിട്ട് ഭയങ്കര ഒരു ബന്ധത്തിൽ നമ്മുടെ കർത്താവ് വരാറായി. പിതാവേ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ സങ്കടങ്ങളും അനുഭവിച്ച കർത്താവ് ഇന്ന് എന്നെ കാണുന്നുണ്ട്. ആ കർത്താവുമായിട്ടൊരു ആഴമായ ബന്ധം ഞാൻ ആഗ്രഹിക്കുക. ഇത് പോരാ, ഇത് പോരാ. ഓരോ യോഗം ഒരു പുനഃസമർപ്പണം. ഇത് പോരാ. അപ്പോൾ തന്നെ വ്യക്തിപരമായി എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. രോഗം എന്തെന്നറിയാവുന്ന
വിശപ്പ് എന്തെന്നറിയാവുന്ന, തകർച്ച എന്തെന്നറിയാവുന്ന, നൊമ്പരം എന്തെന്നറിയാവുന്ന, ഒറ്റപ്പെടൽ എന്തെന്നറിയാവുന്ന കർത്താവിൻ്റെ അടുക്കൽ നാം വന്നിരിക്കുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ നടുവിൽ കർത്താവുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രി ഇവിടെയുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇവിടെ യേശുണ്ട്. കണ്ണുകളെല്ലാം അടച്ച് എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കരം ഉയർത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യമുണ്ട്. ഞാൻ രോഗിയാണ്. എൻ്റെ വ്യക്തിപരമായ ചില സങ്കടങ്ങളിൽ കർത്താവിൻ്റെ ഒരു ഇടപെടൽ എനിക്ക് ആവശ്യമുണ്ട്. ആരെയും നോക്കരുത്. അങ്ങനെയുള്ള ഒരു കരം ഉയർത്തിപ്പിടിച്ചേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇത് കാണുന്നുണ്ട്. നമ്മുടെ ശ്വാസത്തെക്കാൾ അടുത്ത് ഇന്ന് രാത്രി കർത്താവുണ്ട്. പിതാവേ, ഈ കരം ഉയർത്തിയവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചെളിയ ദാസൻ, ബലഹീനദാസൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് അവർ ഇപ്പോൾ കർത്താവിനോട് പറയുന്ന അവരുടെ സ്വകാര്യ വേദനകൾ, നിങ്ങളുടെ വേദനകളെ പങ്കുവെച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞ്, കർത്താവ് ഇന്ന പ്രയാസത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. വ്യക്തിപരമായ വിഷയങ്ങൾ, കുടുംബപരമായ വിഷയങ്ങൾ, തലമുറയുടെ വിഷയങ്ങൾ, അത് ഇവിടെയാണെങ്കിലും ദൂരെയാണെങ്കിലും എനിക്കൊരു കാര്യം അറിയാം. ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമുണ്ട്. രാജഭൃത്തിൻ്റെ മകനെ അങ്ങ് ദൂരെ സുഖപ്പെടുത്തിയ ദൈവം നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അകലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അകലെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിവുള്ള കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഇപ്പോൾ കർത്താവെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ചാഞ്ഞരുളി വന്ന് ഇവരെ സ്പർശിച്ചാട്ട് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദൂരെയുള്ള അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി അവിടെ ദൈവപ്രവൃത്തി അയക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ നാമം കർത്താവ് നേറ്റു പറയുന്ന, എല്ലാ നാമത്തിനും മേലായ നാമമായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ശരീരത്തിൻ്റെ വേദനകൾ മാറട്ടെ. അസ്ഥികളുടെ വേദനകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരീരം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാൻ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി, സൗഖ്യ സ്പർശനങ്ങൾ ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും വിശുദ്ധനും സത്യവാനും എന്ന് പേരുള്ളവനും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനുമായ യേശുവിൻ്റെ നാമത്തിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ ഈ ജനത്തിന് വേണ്ടി തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തുറന്ന സ്വർഗ്ഗം അവർക്ക് വേണ്ടി തുറക്കട്ടെ. അതിന് തുറന്ന സ്വർഗത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ ഈ ജനത്തെ നോക്കി ഞങ്ങൾ ഇവൻ പറയുന്നു, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. അവിടെ കുഞ്ഞുങ്ങൾ കർത്താവെ അവിടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ. അവർ കർത്താവിന് ആവട്ടെ. വഴിപിഴച്ച കൂട്ടുകെട്ടുകൾ ഉള്ളവരുടെ കൂട്ടുകെട്ടുകൾ, ബന്ധനങ്ങൾ, ആ കൂട്ടുകെട്ടുകൊണ്ട് വന്ന സകല ബന്ധനങ്ങളും അഴിയട്ടെ. അനാവശ്യമായ കർത്താവെ ലഹരിക്ക് അടിമപ്പെട്ടവർ, കർത്താവെ രഹസ്യ പാപ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ, അശുദ്ധിയുടെ ആത്മാവെ, ലഹരിയുടെ ദുരാത്മാവെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി മാറട്ടെ. ഇതാ യഹോവയെ അന്വേഷിക്കുന്നവന്റെ തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്ന ഇവർ തന്നെ പറയുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഈ സഭയെ, ഈ കുടുംബത്തെ, ഈ ദൈവമക്കളെ, ഇവിടെ കൂടി വന്ന എല്ലാവരെയും, ഈ ദേശത്തെ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാം ദൈവസന്ധി എഴുന്നേറ്റ് നിൽക്കാം. ചേർന്ന് പാടാം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തുന്ന. ചേർന്ന് പാടിക്കേ.